അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ. അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, തീ പോലെ ഉച്ചത്തിൽ പാടി പ്രാർത്ഥിക്കാം. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. നമുക്കറിയാം എല്ലാത്തിനും ഒരു മർമ്മമുണ്ട് അല്ലേ? പ്രധാനപ്പെട്ട സ്ഥലം, അതുപോലെ തന്നെ ആരാധനയ്ക്കും ദൈവാനുഭവത്തിനുമൊക്കെ ഒരു മർമ്മമുണ്ട്. ഈ മർമ്മം ചിലർക്ക് പെട്ടെന്ന് പിടികിട്ടും. പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ അഭിഷേകമാണ്. ഈ മർമ്മം പിടികിട്ടിയാൽ കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം, ഒരു അണുവെടുത്താൽ തന്നെയും അല്ലെങ്കിൽ ഒരു കോശമെടുത്താലും എല്ലാത്തിനും ഒരു ന്യൂക്ലിയസും അതുപോലെ കേന്ദ്രബിന്ദുവൊക്കെ ഉണ്ട്. അതാണ് അതിൻ്റെ ഊർജ്ജസ്ഥാനം. ഈ ഉടമ്പടിയായാലും ഉടമ്പടിയുടെ ഊർജ്ജസ്ഥാനമുണ്ട്. ആ ഊർജ്ജസ്ഥാനം വെളിപ്പെട്ട് കിട്ടിയാൽ നമ്മൾ പിന്നെ ഒത്തിരി അലയേണ്ടി വരത്തില്ല. ഞാൻ ഇങ്ങനെ പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം ഇവിടെ സുമംഗല എന്ന് പറഞ്ഞൊരു ചേച്ചി സാക്ഷ്യം പറഞ്ഞായിരുന്നു. അപ്പോൾ പത്തനംതിട്ടക്കാരുതിയാണ്. സുമംഗല ആദ്യ ദിവസം ഇവിടെ വന്ന് മാതാവിനെക്കുറിച്ചൊക്കെ കേട്ട് ഇവിടെയൊക്കെ വന്ന് കണ്ട് എല്ലാമൊക്കെ മനസ്സിലാക്കി ആൾ പോയി. പിറ്റേ ദിവസം ഇവർ വരും. ഇവർക്ക് 5-6 പ്രശ്നങ്ങളാണ് ജീവിതത്തിൽ. പിറ്റേ ദിവസം വരുമ്പോഴേ ഇതിൻ്റെ ഊർജ്ജസ്ഥാനം, ഉടമ്പടിയുടെ ഊർജ്ജസ്ഥാനം ദൈവം ഇവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പോൾ ഉടനെ ഉടമ്പടിയിൽ ആദ്യം തന്നെ അവരെഴുതി, ആദ്യ നിയോഗത്തിൽ, അമ്മേ എൻ്റെ വിഷയങ്ങളൊക്കെ പോട്ടെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തണമേ. പ്രൈസ് ദി ലോർഡ്. അതാണ് ഊർജ്ജസ്ഥാനം. അവർ ഒരു നോൺ ക്രിസ്ത്യനാണ്, പക്ഷേ ആദ്യ ദിവസം വന്ന് എല്ലാം കണ്ട് മനസ്സിലാക്കി പോയപ്പോൾ പരിശുദ്ധാത്മാവ് ഉടമ്പടിയുടെ ഊർജ്ജസ്ഥാനം പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്നറിയോ? ബാക്കി ഇവരുടെ 5 കാര്യങ്ങളും പെട്ടെന്ന് നമ്മൾ കവളാസ് പൊട്ടണ പോലെ പടപടാന്ന് പൊട്ടി മാറുകയും. ഇതറിയാതെ എൻ്റെ IELTS, എൻ്റെ വസ്തു വിൽപ്പന, എൻ്റെ മക്കളുടെ കല്യാണം എന്നും പറഞ്ഞിരുന്ന ഈ ജന്മത്ത് ഈ സാധനം കിട്ടത്തില്ല. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. മരമറിയാതെ ഇങ്ങനെ കൊടിയിട്ട ആൾക്കാർ ഇങ്ങനെ നടക്കണ കാണാം. ഇത് ഹോൾ ബൈബിൾ നമ്മളെടുത്താലും അതിൻ്റെ ഊർജ്ജസ്ഥാനം എന്താ? കർത്താവിൻ്റെ പുനരുദ്ധാനമാണ്, ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനമാണ്. ഇപ്പം നടപടി പുസ്തകത്തിൻ്റെ 1:8 വായിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, പ്രവർത്തനങ്ങൾ 1:8. നടപടി പുസ്തകം 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ
മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. അപ്പം അതാണ് ദൈവിക ലക്ഷ്യം. നമ്മൾ ആദ്യമേ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ നിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ സാക്ഷികളായി എന്നെ ഉയർത്തണമെന്നാണ്. ശരിക്കും ഒന്ന് പ്രാർത്ഥിച്ചേ, കർത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ പ്രതികൂല കാലാവസ്ഥയെ നിന്റെ കരം ഗ്രഹിച്ച് ഞാനീ കടലെ നീന്തുന്ന കാലങ്ങളിലെ ഒക്കെയും എൻ്റെ കർത്താവേ നിന്റെ പീഡാനുഭവത്തിന്റെയും നിന്റെ തിരുമരണത്തിന്റെയും നിന്റെ തിരുഉദ്ധാനത്തിന്റെയും സ്വർഗം അംഗീകരിക്കുന്ന സാക്ഷിയായി എന്നെ ഉയർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ഉടമ്പടിയെടുത്തിട്ടുള്ള ഞങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. പുനരുത്ഥാനത്തിന്റെ സാക്ഷികളാക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഈശോയാണെങ്കിൽ ഈ സാക്ഷ്യം കേട്ട് സന്തോഷിക്കുന്ന ഒരാളാണ്. ബൈബിളിലെ നല്ല പ്രസന്നമായ ഭാവം ഈശോയുടേത്. പലപ്പോഴും ഈശോ വളരെ അപൂർവ ഭാവം മാത്രമേ ഈശോ ചിരിക്കത്തുള്ളൂ. ചിരിക്കുന്ന ഈശോയെ നമ്മൾ കാണത്തില്ല ഒരിക്കലും ബൈബിളിൽ. ഈശോ ഒത്തിരി പ്രാവശ്യം ചിരിച്ച് കാണും. പക്ഷേ അപ്പോസ്തലന്മാരുടെ ജീവിതം ഇതൊക്കെ രൂപപ്പെടുത്തിയവൻ്റെ കാലത്ത് രക്തസാക്ഷിത്വത്തിൻ്റെ വഴികളായതുകൊണ്ട് അവർക്ക് ചിരിക്കാൻ സമയം കിട്ടി കാണത്തില്ല. അതുകൊണ്ട് ഈശോൻ്റെ ചിരിയൊന്നും അവർ ഒപ്പിയെടുത്തിട്ടില്ല. ഈശോ നല്ല തമാശയൊക്കെ പറയണയാളാണ്. അത് രസകരമായ കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ വളരെ കോമഡിയായിട്ട് അവതരിപ്പിക്കുന്ന ആളാണ്. വലിയ ധനവാന്മാരെ കാണുമ്പോൾ ഈശോ പറയും ഇവൻ്റെ കാര്യം പോക്കാണ്. ഇവൻ ഒട്ടകം സൂചിക്കുഴയിലൂടെ പോവുമെങ്കിൽ തീർച്ചയായിട്ടും ഇവനും ഇതിനകത്ത് കയറുമെന്ന്. അത് കോമഡിയല്ലേ ശരിക്കും പറഞ്ഞാൽ? ഒട്ടകം സൂചിക്കുഴയിലൂടെ പോവുമെങ്കിൽ തീർച്ചയായിട്ടും ധനവാന്മാരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. അപ്പം അതിൻ്റെ അകത്തൊരു സട്ടയറുണ്ട്, ശരിക്കും ഒരു ആക്ഷേപകാശമുണ്ട്. പക്ഷേ ഇതൊന്നും അപ്പോസ്തലന്മാരങ്ങനെ പിക്കപ്പ് ചെയ്തിട്ടില്ല. കാര്യം അവരുടെ വഴികളെല്ലാം ജീവനെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരടരാട്ടമായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചതിൻ്റെ പേരിൽ അവിടെ ജീവൻ അന്വേഷിച്ചവരുടെ കണ്ണുകൾ ഇരുട്ടിൽ എപ്പോഴും തെളിഞ്ഞു വരുമായിരുന്നു. അത് കാരണം സീരിയസ് മൂഡിലാണ് സുവിശേഷം പോകുന്നത് മുഴുവനും. എങ്കിലും ഈശോ സന്തോഷിച്ച സമയമുണ്ട്. അവൻ ആത്മാവിൽ സന്തോഷിച്ചുകൊണ്ട് Take the word of God. Sudhikata hallelujah. 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 സുവിശേഷം 10:21. ലൂക്കാ 10:21. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച്. ഈശോ ആനന്ദിക്കുന്നത് നമ്മുടെ ഈ ചളുവ് തമാശകട്ടല്ല, പരിശുദ്ധാത്മാവിലാണ്. വ്യത്യാസമുണ്ട്. പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു. ആ സമയം തന്നെ അവൻ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ചു പറഞ്ഞു. ഇനി എന്താ പറഞ്ഞെന്ന് കേട്ടെ.
സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറച്ചു വെക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. ഇതൊരു വളരെ സന്തോഷത്തിൻ്റെ മൂഡിൽ ആണ് ഈ സുവിശേഷത്തിൻ്റെ ഭാഗം പോകുന്നത്. സുവിശേഷ ഭാഗം സന്തോഷത്തിൻ്റെ മൂഡിൽ പോയാലും സന്തോഷമെന്ന് അങ്ങനെ പറയാറില്ല. പക്ഷെ ഇവിടെ സന്തോഷമെന്ന് ഇത് മുഴുവനും ഒരു നല്ല സന്തോഷത്തിൻ്റെ മൂഡിലാണ് അത് പോകുന്നത്. ഉദാഹരണത്തിന് നമ്മൾ 10:17 എടുത്ത് വിശുദ്ധ ലൂക്കാ 10:17. ലൂക്കാ 10:17 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു. അവിടെ സന്തോഷം കണ്ട 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുക്കൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. സാക്ഷ്യം പറഞ്ഞാണ് അവര്. സാക്ഷ്യം കേട്ടാണ് സന്തോഷിക്കുന്നത്. നിങ്ങളൊക്കെ സാക്ഷ്യം പറയുമ്പോൾ ഈശോ സന്തോഷിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അപ്പോസ്തലന്മാരെ പറഞ്ഞു വിട്ടിട്ട് സുവിശേഷ വേലക്ക് ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് 3 കാര്യങ്ങളില്ലേ? എന്തൊക്കെയാണ്? പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന, പിന്നെ എല്ലാം കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നു സുവിശേഷ വേല. പിന്നെ എന്താ? ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതും സുവിശേഷത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാക്ഷികളാണ്. ഇതിനു വേണ്ടിയാണ് ഈ ഉടമ്പടിക്കാർ പോകുന്നത്. ഉടമ്പടിക്കാർ തിരിച്ചു വന്നിട്ടാണ് അവർ സാക്ഷ്യം പറയണത്. അപ്പോഴും നമ്മളെല്ലാം കൈയടിക്കും. സിസ്റ്ററും അച്ഛനും ഒക്കെ സാക്ഷ്യം പറയുമ്പോൾ നിങ്ങൾ കൈയടിക്കത്തില്ല, അറിയാതെ തന്നെ കൈയടിക്കും, സന്തോഷം കൊണ്ടാണ്. ഇത് തന്നെ സുവിശേഷ കാലത്ത് സംഭവിച്ചതാണിത്. ആ സന്തോഷം ഇങ്ങനെ തുടരുകയാണ്. എന്നെല്ലാം ദൈവം തൻ്റെ മനുഷ്യനെ സന്ദർശിക്കുന്നു, അപ്പോഴെല്ലാം മനുഷ്യന് സന്തോഷമുണ്ടായിട്ട് അവൻ സന്തോഷിച്ച് കൈയടിക്കും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സാക്ഷ്യം കേൾക്കുമ്പോഴാണ് ശരിക്കും ഈശോയ്ക്ക് സന്തോഷം ഉണ്ടാകുന്നത്. ഈശോയുടെ ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ ഓർക്കുക, കർത്താവേ, ദൈവത്തിന് ഈശോയ്ക്കൊരു സന്തോഷം കൊടുക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഉടമ്പെടുക്കുമ്പോൾ അത് നിങ്ങളും മ്ലാനമായിരുന്നു, ഈശോയും മ്ലാനമായിരുന്ന എങ്ങനെയാണ് ശരിയാകണത്? അപ്പം നിങ്ങൾക്കൊരു ദൈവാനുഭവം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളത് 10 മനുഷ്യരോട് പറയുമ്പോൾ ദൈവത്തെക്കുറിച്ച് ആൾക്കാർ കേൾക്കുമ്പോൾ അവർക്ക് മാനസാന്തരം ഉണ്ടാകുമ്പോൾ ദൈവത്തിനത് സന്തോഷമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എനിക്കുണ്ടാകുന്ന ദൈവാനുഭവങ്ങളിലെ മനുഷ്യനുണ്ടാകുന്ന മാനസാന്തരങ്ങളിലെ ദൈവത്തിനുണ്ടാകുന്ന സന്തോഷത്തിന്റെ ഉപകരണമാക്കി എന്നെ മാറ്റണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇത് വളരെ സിമ്പിളാണ്. പക്ഷെ ഇതിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞാൽ ഇപ്പം തന്നെ ഈശോ തന്നെ ഈ 72 പേരെ വിടുന്നത് എങ്ങനെയാണ്? കൃപാസനത്തിൽ നിന്ന് ഓരോ ദിവസവും 100 കണക്കിന് മനുഷ്യർ കർത്താവിൻ്റെ ദൗത്യങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ദൈവസ്നേഹത്തോടെ പോവുകയാണ്. ഇപ്പോൾ ഒരു 100 പേര് ഉടമ്പടി ചെയ്യുമ്പോൾ ചിലപ്പോൾ 2 പേര് മാത്രമേ അതിൻ്റെ അകത്ത് അത് കർത്താവിന് വേണ്ടി ചെയ്യുന്നൊരു ജോലിയാണെന്ന് മനസ്സിലാക്കത്തുള്ളൂ. അല്ലാത്തവരൊക്കെ എൻ്റെ മകളെ കെട്ടിക്കണം, അല്ലെങ്കിൽ എൻ്റെ വസ്തു വിൽക്കണം, ആ വിഷയത്തിലാണ് നിങ്ങൾ എല്ലാവരും കൂടുതൽ പ്രാധാന്യം. അതുകൊണ്ടാണ് ഇത് ലാഗ് ചെയ്യാൻ കാരണം. ദൈവത്തിനൊരു പറയും, ഇപ്പോൾ നിങ്ങളെ വസ്തു വിട്ടിട്ട് ദൈവത്തെ എന്ത് കാണിക്കാനാണ്? ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ ബുദ്ധി ഉണ്ടെങ്കിൽ ചിന്തിക്കണം, ഇത് ദൈവത്തെ എന്തെങ്കിലും പ്രയോജനമുണ്ടേ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണം. നിങ്ങളുടെ വസ്തു വിറ്റിട്ട് ദൈവത്തിന് എന്ത് കാണിക്കുക? നിങ്ങൾക്ക് PR കിട്ടിയിട്ട് ദൈവത്തിന് എന്താ? ഒരു കാര്യമില്ല. അപ്പം തന്നെ ചിന്തിക്കണം, ദൈവത്തിന് പ്രയോജനമുള്ള വ്യക്തികളായിട്ട് മാറണം. ഇതാണ് എൻ്റെ എളുപ്പം. 10 കൊല്ലമൊക്കെ കൊണ്ട് എൻ്റെ മക്കളെ ഞാൻ സത്യമായിട്ട് എൻ്റെ ടൈം ഷോർട്ടറിങ് ഇരിക്കണേ എപ്പോഴാണ്? ഇതിൻ്റെ കറക്റ്റ് ഊർജ്ജസ്ഥാനം അറിയുമ്പോഴാണ്. എന്താണ് ദൈവത്തിന് ഇതുകൊണ്ട് എന്ത്? ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിലൂടെ ദൈവത്തിന് എന്താണ് പ്രയോജനം എന്നാണ് നിങ്ങൾ ധ്യാനിക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും. എന്താ കാര്യം, ഈ വലിയൊരു പ്രോജക്റ്റിന് ഞാനൊക്കെ അച്ഛനായപ്പോൾ
ആദ്യമേ തന്നെ മിഷണറിയായി. അതെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് ഈശോ ആദ്യമേ തന്ന കാര്യം അതാണ്. കർത്താവിനെ അറിയാത്തവരെ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. എന്താ കാര്യം? പിന്നീട് എന്താ കാര്യമെന്ന് ഈശോനോട് പറഞ്ഞായിരുന്നു. അച്ഛനായി 10-15 കൊല്ലം കഴിഞ്ഞപ്പോഴേനും പറഞ്ഞു, ഞാനിനി ഒത്തിരി ഇപ്പം ചില പറയേ നല്ല മുതൽ മുടക്കുണ്ട് മകനെ ഇതിൻ്റെ അകത്തുനിന്ന്. ഞാൻ ഒത്തിരി എൻ്റെ നമുക്കറിയാമല്ല, പ്രകൃതിയ ദൈവമായിരിക്കവേ നല്ല സ്റ്റാറ്റസിൽ ജീവിച്ച ആളല്ലേ. നല്ല സ്റ്റാറ്റസ് വിടിഞ്ഞ് പ്രകൃതിയ ദൈവമായിരിക്കവേ ദൈവത്തോടുള്ള സമാനത മൃഗപ്പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിക്കാതെ ദാസനായി. നല്ല ഇൻവെസ്റ്റ്മെൻറ്റാണ്. കുരിശുമരണത്തോളം തന്നെ താഴ്ത്തി. കണ്ടാ, ഇത്രയും മുതൽ മുടക്കാൻ, ജീവന് തുല്യം മുതൽ മുടക്കാൻ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൻ്റെ മേലെ, കർത്താവിൻ്റെ തിരുമരണത്തിൻ്റെ മേലെ, അതിനു വേണ്ടി ആ ഉത്ഥാനത്തിൻ്റെ സാക്ഷികളായി ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ സന്തോഷമായി മാറാൻ നമുക്കൊരു തീരുമാനമെടുത്താൽ അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അഭിഷേകം വരാൻ തുടങ്ങും. ഈ സ്നേഹത്തിലാണ് ഈ അഭിഷേകം ഇരിക്കുന്നത്. ഞാൻ എപ്പോഴും നിങ്ങൾ പറയും ലൈറ്റ് വെയ്റ്റിംഗ് എന്ന് പറയും. വാട്ട് ഇസ് ലൈറ്റ് വെയ്റ്റിംഗ്? എന്താണ് ഭാരലഘുത്വം? എന്താണ് ഒരു ഭാരം ലഘുവാകണത്? എങ്ങനെയാണ് ഭാരം ലഘുവാകണത്? എപ്പോഴും അതിൻ്റെ കണ്ടൻറ്റ് അതെപ്പോഴാണ് നമുക്കൊരു ഭാരം ലഘുവായി വരുമ്പോഴാണ് നമുക്ക് ആളിന് അഭിഷേകം കിട്ടിയെന്ന് മനസ്സിലാകണത്. ഒരു ഭാരം ലഘുവായി വരുമ്പോൾ, വലിയ ഭാരമുള്ള വിഷയമാണ്, പക്ഷെ അത് വളരെ ലഘുവായിട്ട് അയാൾക്ക് അനുഭവപ്പെട്ടു വരുമ്പോൾ നമുക്കറിയാൻ പറ്റും അഭിഷേകം കിട്ടിയെന്ന്. അപ്പോൾ അതറിയണമെങ്കിലേ മക്കെദോനിയ 2 കൊറിന്ത്യൻസ് 2 കൊറിന്ത്യൻസ് 8-9 വായിച്ചേ. ശ്രുതികട ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കൊരിന്തോസ് 8:9 നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. എന്താ സബ്ജക്റ്റ്? എന്താ വാട്ട് സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി തന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകാൻ വേണ്ടി തന്നെ. ഇതാണ് ഈ ഭാരലഘുത്വം എന്ന് പറയുന്നത്. ഉടമ്പടി സംഭവിക്കുന്ന സംഭവമാണ്. അതിൻ്റെ തത്വം അറിയാം. ഭാരലഘുത്വത്തിൻ്റെ തത്വം അറിയണം. എന്നുവെച്ചാൽ നിങ്ങൾക്കൊരു വിഷയം, ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ വൈഫും ഹസ്ബൻഡോട് അകന്ന് താമസിക്കുമ്പോൾ നിങ്ങൾ അടുക്കുന്നവരെ വാട്ട് യു വാണ്ട്, യു നീഡ് അനോയിൻമെൻറ്റ്. അല്ലെങ്കിൽ നിങ്ങളെ ഉത്കണ്ഠപ്പെട്ട് പല വിഷം എടുത്ത് തന്നെയൊക്കെ ചെയ്യും. അതല്ല, മറിച്ച് ഒരു ഹസ്ബൻഡ് വൈഫ് അകന്നിരിക്കുകയും അവരെ അടുക്കുന്നവരെ വാട്ട് യു നീഡ് അനോയിൻമെൻറ്റ്. അതെല്ലാം അങ്ങനെയാണ്. ഇപ്പോൾ ഒരു ജോലി കിട്ടണം, നമുക്കൊരു ജോലി വേണം. ജോലി കിട്ടിയിട്ട് വേണം നമുക്ക് കല്യാണം കഴിക്കാൻ, ജോലി കിട്ടിയിട്ട് വേണം വീട് വെക്കാൻ. അപ്പോൾ ഇറ്റ് വിൽ ടേക്ക് ടൈം, അതിനൊരു സമയമെടുക്കും. അത് കിട്ടണവരെ വാട്ട് യു നീഡ്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? അനോയിൻമെൻറ്റാണ് വേണ്ടത്. എന്നുവെച്ചാൽ അഭിഷേകം. അഭിഷേകം എങ്ങനെ ഉണ്ടാകും എന്ന് നിങ്ങൾ അറിയണം. ഇപ്പം തന്നെ ഈശോ എന്താ ചെയ്തത്? ആ ലൈറ്റ് വെയിറ്റിംഗ് കണ്ടില്ലേ? ഇപ്പോൾ 2 കൊരിന്ത്യൻസ് 8:6 വായിച്ച് 8:9 വായിച്ച്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ ഒന്ന് പറഞ്ഞേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവൻ സമ്പന്നനായിരുന്നിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. അതായത് ഇതിൻ്റെ വരുന്ന ഒരു വിഷയം വെച്ചാൽ അവൻ സമ്പന്നനായിട്ടും, ദൈവമല്ലേ, അപ്പോൾ സർവ്വസമ്പത്തും അവൻ്റെതാണ്. അവൻ സമ്പന്നനായിട്ടും പിന്നെ എന്താ പറ്റിയത്? നിങ്ങളെ പ്രതി എന്ത് പറ്റി? ദരിദ്രനായി അല്ലേ? അപ്പം ഈ വലിയ സമ്പന്നനായ ദൈവം ഇങ്ങനെ ചുരുങ്ങി, ഇങ്ങനെ നഗ്നനായി, വിവസ്ത്രനായി, ഇങ്ങനെ ആണിയേൽ അപമാനിക്കപ്പെട്ട് തൂങ്ങിക്കിടക്കുന്ന അവസ്ഥയിലേക്ക് ഇവൻ വന്നത് അതിൻ്റെ അങ്ങനെ വരുന്നതിന് ഈശോയ്ക്ക്
ഒരു ഭാരലഘുത്വം ഉണ്ടാക്കിയത്, അത് നിസ്സാരമായിട്ട് ചെയ്തത് എന്തിൻ്റെ കാര്യത്തിലാണ്? നിങ്ങളെ പ്രതി, അല്ലേ? മനസ്സിലായി എന്താ പറഞ്ഞത്? അവൻ സമ്പന്നനായിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. അവിടെ ആരെ പ്രതിയാണ്? നിങ്ങളെ. ദാറ്റ് മീൻസ് നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി. കൈയിടിച്ച് കർത്താനോട്. അപ്പം ഉടമ്പടിയുടെ ഊർജ്ജസ്ഥാനം നമുക്ക് മനസ്സിലായി. പുനരുദ്ധാനമാണ്, പിന്നെ എന്താണ്? അമ്മയുടെ പ്രത്യക്ഷീകരണമാണ്. പക്ഷേ അതിനു വേണ്ടിയുള്ള നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെ പിന്നിലും ആ ഭാരലഘുത്വം ഉണ്ടാക്കണത് എന്താ? ദൈവസ്നേഹമായിരിക്കണം. പറഞ്ഞ മനസ്സിലായില്ല? ഇപ്പം നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ ജീവിതത്തോടുള്ള സ്നേഹമാണ്. ഈ ഫോർമാറ്റ് നേരെ ചേഞ്ച് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ജീവിതത്തോടുള്ള അഭിനിവേശവും താല്പര്യവും സ്നേഹവുമാണ് നിങ്ങൾ ഇതുകൊണ്ട് എന്തെങ്കിലും കടിച്ചു പിടിച്ച് നീന്താൻ നോക്കണത്. പക്ഷേ ഇത് വർക്കൗട്ട് ചെയ്യണ പാടാണ്. അതിന് സമയം എടുക്കും. മറിച്ച് നേരെ തിരിച്ച് ഈ സംഭവം തിരിച്ചിടണം. ഇതൊന്ന് ഈ അലൈൻമെൻറ്റ് തെറ്റിക്കിടക്കുകയാണ് ഈ സാധനം. ഇത് നേരെ തിരിച്ചിടണം. എന്നിട്ട് ദൈവത്തോടായിരിക്കണം സ്നേഹം. എന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, നിന്നോടുള്ള സ്നേഹത്താൽ എൻ്റെ ഹൃദയത്തെ അഭിഷേകം ചെയ്യണമേ. ഞാൻ ചെയ്യുന്ന പ്രവർത്തനങ്ങള് ഭാരപ്പെട്ടതായാലും അത് ലഘുവായി ചെയ്യാൻ എന്നെ ദൈവസ്നേഹത്താൽ നിറക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഇപ്പോഴുണ്ടല്ലോ, ഇപ്പോൾ ഈ ആയുർവേദ വൈദ്യന്മാരില്ലേ, നമ്മുടെ രാജ്യം ആയുർവേദത്തിൻ്റെ രാജ്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ ആയുർവേദത്തിൻ്റെ സംഭാവന നൽകിയത് നമ്മളുടെ പിതാക്കന്മാരാണ്. 5000 കൊല്ലം മുമ്പുള്ള ആയുർവേദ ചരിത്രം നമുക്കുള്ളത്. അപ്പോൾ ഈ ആയുർവേദത്തിൻ്റെ കഷായം അല്ലെങ്കിൽ ലേഖ്യം എപ്പോഴാണിത് പാകമാകണത്? പണ്ടത്തെ ചില വൈദ്യന്മാരൊക്കെ പാകമാകണ സമയത്ത് മുറുക്കത്ത് പോകുമായിരുന്നു. അതിൻ്റെ അകത്ത് പുരാതന കാലങ്ങളിലുള്ള ചരിത്രങ്ങൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. എപ്പോഴാണിത് പാകമാകണത് എങ്ങനെ അറിയാൻ പറ്റും? അത് താഴെ കൊടുത്തിരിക്കുന്ന ഉരുളിയുടെ താഴെയുള്ള തീ, കത്തണ തീ, ഇത് പാകമാകുന്ന അനുസരിച്ച് കൊണ്ട് വളഞ്ഞ് കുത്തി ഇതിനകത്തേക്ക്, ഉരുളിയുടെ അകത്തേക്ക് കത്തി വീഴും, വളഞ്ഞു കുത്തും. അതാണ് അതിന് പാകമെന്ന് പറയണത്. ഒരു ലേഖ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കഷായത്തിൻ്റെ പാകം, എല്ലാ കഷായമല്ല, അത് മരുന്നിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതുപോലെ തന്നെ ഉടമ്പടി എപ്പോഴാണ് നിങ്ങൾ ഉടമ്പടിയിലാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? നിങ്ങൾ ഉടമ്പടിയിലാണ് എന്നെങ്ങനെ അറിയാൻ പറ്റും? നിങ്ങളുടെ പ്രേക്ഷിത വേല അല്ലെങ്കിൽ കർത്താവിൻ്റെ കൈമാറ്റ ശുശ്രൂഷ, അത് അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തനം എപ്പോഴാണ് എൻ്റെ മക്കൾക്ക് ഭാരമില്ലാതെ ദൈവസ്നേഹത്തോടെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണത്, അപ്പോൾ ഉടമ്പടി കത്തുന്നുണ്ട്. ഇതാണ് സംഭവം. അല്ലാതെ മനസ്സിലായില്ലേ? ഇത് വളരെ സീരിയസ് ആണ്. ഇങ്ങനെ ഈ ഇതിന് ടെക്നിക്കാലിറ്റി അറിഞ്ഞാലേ ഉടമ്പടി പെട്ടെന്നാണ് വർക്കൗട്ട് ചെയ്യണത്. കാര്യം ഇതിൻ്റെ ഭാരലേക്ക് എപ്പോഴാണ്, ഇപ്പോൾ നിങ്ങൾക്കൊരു നിങ്ങളുടെ ഒരു 10 പേപ്പറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര തീവ്രമായ ആഗ്രഹമാണ്. എന്താണ്? കർത്താവ് 10 പേപ്പറല്ലേ ഉള്ളു, ഒരു 10 കൂടി കിട്ടിയെങ്കിൽ കർത്താവിനെ മറ്റുള്ളവർ കൂടി അറിയിക്കാമായിരുന്നില്ല. അല്ലെങ്കിൽ ആരെങ്കിലും കാണുമ്പോൾ കർത്താവ് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു പേപ്പർ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കാമായിരുന്നില്ല എന്നൊക്കെ ചില ആൾക്കാർ വന്ന് സാക്ഷ്യം പറയുന്നില്ലേ? ദാറ്റ് മീൻസ് അവർ ഉടമ്പടിയിലാണ്. ഉടമ്പടി എടുത്തത് കൊണ്ട് ഉടമ്പടിയിലാകത്തില്ല. ഉടമ്പടിയിലാകണമെന്നുണ്ടെങ്കിൽ ആ ഉടമ്പടിയിൽ ചലിപ്പിക്കുന്ന ആ ഒരു ചാലക ശക്തി എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. ആ ദൈവസ്നേഹത്തിലേക്ക് വന്നാൽ നമ്മൾ പറന്ന് വെട്ടി കർത്താവിന് വേണ്ടി വേറെ ചെയ്യും. എന്നിട്ട് നമ്മൾ ടയേർഡാകത്തില്ല. ഞാൻ പണ്ട് എനിക്ക് എപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ് ഈ ബ്രോങ്കൈറ്റിസിൻ്റെ പ്രശ്നം. പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിലൊക്കെ, നവംബർ ആകുമ്പോൾ തന്നെ എൻ്റെ പതിരെയൊക്കെ ഇങ്ങനെ എപ്പോഴും സ്വെല്ലിങ് ആകും, ചുമയാവും. 2 മാസമൊക്കെ ചുമക്കും. ഈ 2 മാസം ചുമക്കണ സമയത്ത് തന്നെയാണ് ഞാൻ കൊച്ചിയിൽ നിന്ന് ഈ പുന്നപ്പുറ വരെ 66 ധ്യാനങ്ങൾ നടത്തും. എന്താണ്? കടലിൽ കൺവെൻഷൻ നടത്താൻ വേണ്ടി. കടലിൽ കൺവെൻഷന് മുമ്പ് ആദ്യം കൊച്ചി പോയി ചെറിയൊരു മിനി കൺവെൻഷൻ നടത്തും. അവിടെ മധ്യസ്ഥ പ്രാർത്ഥനക്കാർ രൂപപ്പെടും. എന്നിടത്ത് പിന്നീട് കണ്ടക്കട വന്ന് നടത്തും, പിന്നീട് ചെല്ലാനത്ത് വന്ന് നടത്തും, പിന്നെ പള്ളിത്തോട്ട് എൻ്റെ നാട്ടിൽ വന്ന് നടത്തും. ഇങ്ങനെ നടത്തി പുന്നപ്പുറ വരെ പോകും. അപ്പോൾ 2 മാസമാകും.
അപ്പോഴാണ് ഡിസംബർ 26 ഒക്കെ ആവും. അപ്പോൾ കടലിൽ കൺവെൻഷൻ നടത്തും 10 ദിവസത്തേക്ക്. അപ്പോൾ ഈ സമയത്തെല്ലാം ഇങ്ങനെ മഞ്ഞ് പിടിച്ച് ചുമച്ച് നമുക്ക് ഞാൻ ചുമക്കണ കണ്ട വേറെ ആൾക്കാർക്ക് തോന്നും ഇപ്പോൾ ചത്തുപോകുമെന്ന് തോന്നും. പക്ഷെ എൻ്റെ ഉള്ളിൽ ഭയങ്കര ദൈവസ്നേഹം തോന്നുന്നുണ്ടാവും. പിറ്റേ ദിവസവും പോകാൻ വേണ്ടി തോന്നും. ഇതിനെയാണ് അഭിഷേകം എന്ന് പറയണത്. ഞാൻ എന്തെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ ആ ഒരു പാഠം പഠിച്ച് തീർന്നിട്ട് പറയണതാണത് ശരിക്കും. അപ്പം നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. കാര്യം നിങ്ങൾ ഇങ്ങനെ ഒത്തിരിയേറെ ലാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇത്ര ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് ലാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചേച്ചി ഒരു സാക്ഷാത് വരുന്ന അത് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ എന്ന് പറഞ്ഞത് അത് ഗ്രേസി ഡേവിഡിൻ്റെ ഒരു പ്രശ്നം എന്താ, സീരിയസ് വിഷയമാണ്. ഒരു ആൺമകനുണ്ട് കാണാനില്ല. അതാണ് പ്രശ്നം. 1 മാസമല്ല, 1 വർഷമല്ല, 2 വർഷമല്ല, 3 വർഷമല്ല, 4 വർഷമായിട്ട് ഇവരെക്കുറിച്ച് ഒരു പിടിയില്ല. 4 വർഷമായിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച്, ഒരു മകനുണ്ട് കാണാനില്ലെങ്കിൽ 4 വർഷമായിട്ട് അവനെക്കുറിച്ചൊരു ഫോൺ പോലും കിട്ടിയില്ലെങ്കിൽ അവൻ മരിച്ചു പോയില്ലേ? എന്തെങ്കിലും പിടിയുണ്ടെങ്കിൽ അമ്മേനല്ലേ ബന്ധമുള്ള ആൾക്കാർക്ക് വിളിക്കത്തില്ലേ? ഇല്ല, ആളെ തീർന്നു. അപ്പം മരിച്ചതുപോലെ എല്ലാവരും കരുതുകയാണേ. ഗ്രേസി ഡേവിസിൻ്റെ അമ്മ മരിച്ചതുപോലെ എല്ലാം കരുതുകയാണ്. അപ്പോഴാണ് ഇവർക്ക് കൃപാസനം പത്രത്തിലൊരു കീറ് കിട്ടുന്നത്. അവരത് വായിച്ചു നോക്കിയപ്പോൾ മാതാവ് അവരെ വിളിക്കും. കൃപാസനം പത്രവും നിങ്ങൾ ഒരിക്കലും വിളിക്കരുത്. അത് മാതാവിൻ്റെ കൈയാണ്, നിങ്ങളെ തൊട്ട് വിളിക്കണ കൈയാണ്. കൈ ഇടിച്ച് കർത്താസുണ്ട്. കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദവരമാതാവേ വാഗ്ദാനപീഠകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അവരിത് കിട്ടിയ ഉടനെ പാഞ്ഞ് ഇവിടെ വന്ന് പെട്ടെന്ന് ഒരു ഉടമ്പടി എടുത്ത്, അവരുടെ പ്രശ്നം ഒന്നേ ഉള്ളൂ. 6 പ്രശ്നമൊന്നും അവർക്കില്ല. എന്താണ്? മരിക്കണമാകുമ്പോൾ മകനെ കാണണം, അത്രേ പ്രശ്നമുള്ളൂ. അവരമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ മരിക്കണമാകുമ്പോൾ എൻ്റെ മകനെ കാണണം അമ്മേ എന്ന് പറഞ്ഞിട്ട് അത്രയും പറഞ്ഞിട്ട് പോവുകയാണ്. ഇവർ പല പ്രാവശ്യം അച്ഛനെ കാണണം ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഇവിടുത്തെ തിരക്ക് കൊണ്ടാണ്. അതിനേക്കാൾ സീരിയസ് ആയിട്ട് 4 കൊല്ലമായിട്ട് കാണാത്ത മകൻ ചിലപ്പോൾ ഓഫീസിൽ വിചാരിച്ച് കാണും, മരിച്ചു പോയി കാണുമെന്ന് വിചാരിച്ച് കാണും. അതങ്ങനെ അമ്മനോട് പറയണത്, അച്ഛൻ്റെ വന്നാലും റിസൾട്ട് അതല്ലേ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അവരതിനേക്കാൾ ക്യാൻസർ 4th സ്റ്റേജ്, കിഡ്നി 4th സ്റ്റേജ് അതൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവർക്ക് കിട്ടത്തില്ല ചീട്ട്. പക്ഷേ ഇവർക്ക് ഒരു ദിവസം ഇവരോട് യൂട്യൂബിലൂടെ എന്നെ ചേർത്ത് അമ്മ പറയും, അതായത് നീ അച്ഛനെ കാണേണ്ട കാര്യമില്ല, അമ്മയെ കണ്ടാൽ മതി എന്ന് പറയും. അച്ഛനെ കാണേണ്ട കാര്യമില്ല, അത് ഇവർക്ക് അഭിഷേകമായിട്ട് കിട്ടും. ഇവരുടെ ചങ്കിൽ കൊള്ളും. അച്ഛനെ കാണേണ്ട കാര്യമില്ല, അമ്മയെ കണ്ടാൽ മതിയല്ല എന്ന്. അപ്പോൾ ഉടനെ ഇവരെന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ ടൈം കഴിയുമ്പോൾ ഇവർ വീട്ടിലിരുന്ന് യൂട്യൂബിൽ ആരാധന കൂടും. ഗ്രേസി ഡേവിഡ് തൃശ്ശൂർക്കറിയാം, ഈ ദിവസങ്ങൾ നടന്ന സാക്ഷ്യമാണ്. അപ്പോൾ വീട്ടിലിരുന്ന് ആരാധന കൂടുമ്പോൾ ആരാധനയിൽ പ്രാർത്ഥനയുടെ സമയത്ത് ഈശോ പറയും, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയവർ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് കർത്താവ് അരുളിച്ചെന്ന് പറയും. ഇതോടുകൂടി ഗ്രേസി ഡേവിഡ് അവിടെ നിന്ന് ചാടി വീഴും അടുക്കളയിൽ നിന്ന്. കഴിഞ്ഞ് ഭർത്താവിനോട് പറഞ്ഞത്, നമ്മുടെ ആരാധന ഇന്ന് കൃപാസനത്തിൽ നടന്ന് അവരിവിടെ വന്നിട്ടില്ലേ, നമ്മുടെ ആരാധന നമ്മുടെ മകൻ വരുമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ അച്ഛനോടില്ലേ ഭർത്താവിനോട് പറയും. അവിടെ അതായത് അതോടുകൂടി തന്നെ പിറ്റേ ദിവസം ഇവരെ അവിടെ മകൻ വിളിക്കും. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. എന്റെ കൊച്ചു ജീവിതത്തെ
ആ പിറ്റേ ദിവസം തന്നെ വീട്ടിൽ വരും. നോക്കിയേ, ഒരു വിഷയം പോണ പൊക്ക് കണ്ടില്ലേ, എത്ര സ്പീഡാണ്. പക്ഷെ ആ അമ്മയാണ് ഞാൻ അപ്പോൾ ആദരിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ അടുക്കള ഇരുന്നുകൊണ്ട് യൂട്യൂബിൽ കൃപാസനം ധ്യാനം ഓൺലൈൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേൾക്കുന്ന മെസ്സേജ് അവരുടെ മകനെക്കുറിച്ചല്ല പറയണത്, ഒരു മകൻ. പക്ഷേ അവർ വിശ്വാസത്തിൽ അവരുടെ മകനാണെന്ന് പ്രഖ്യാപിക്കുകയാണ്. വിശ്വാസം ഒരു പ്രഖ്യാപനമാണ്. അവരുടെ മകനാണെന്ന് ഞാൻ അവൻ്റെ പേര് പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ? എനിക്ക് പേര് കർത്താവ് തന്നില്ല. നിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ മകൻ തിരിച്ചു വരുന്നു എന്നാണ് പറഞ്ഞത്. അത് മെസ്സേജാണ് പറഞ്ഞത്. അപ്പോൾ മെസ്സേജ് പറയുമ്പോൾ ചില അണ്ണന്മാർ ഇതിങ്ങനെ ധ്യാന കേന്ദ്രന്മാർ കുറേയൊക്കെ പൊടിക്കൈയൊക്കെ പറയും, മകൾ വരുന്നതൊക്കെ പറയും. ഇതൊക്കെ ശരിയാണോ? അപ്പോൾ ധ്യാനം കൂടുന്ന ആൾക്കാർ തന്നെ ഇതുപോലെ വിണ്ണന്മാരുണ്ടെന്നുണ്ടെങ്കിൽ, വിശ്വാസമില്ലാത്തവരുണ്ടെങ്കിൽ അവരങ്ങനെ എഴുതിത്തള്ളും. പക്ഷേ അഭിഷേകമുള്ളവർക്ക് എന്താ, അവർക്കറിയാം ഇത് അവർക്കുള്ള മെസ്സേജാണ്. അവരവിടെ നിന്ന് ചാടി പറഞ്ഞത്, ദേ ഇന്ന് നടന്ന കൃപാസനത്തിൽ നടന്നത് നമ്മുടെ ആരാധനയാണ് നടന്നത്, അച്ഛൻ പറഞ്ഞത് നമ്മുടെ മകൻ വരുന്നുണ്ടെന്ന്. എന്തൊരു വിശ്വാസത്തിലാണ്! ഈ വിശ്വാസത്തിലേക്ക് ദൈവം അഡ്രസ്സ് ചെയ്യും. അപ്പം തന്നെ ദൈവം ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അവനുണ്ടെങ്കിൽ ഈ വിശ്വാസമുള്ള അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുക്കും. അതാണ് വിശ്വാസത്തിന് ശക്തി. കൈയടിച്ച് കർത്താൻ ചൊല്ലി. അപ്പോൾ ഈ ഒരു വിശ്വാസം കണ്ടില്ലേ, ഗ്രേസി ഡേവിഡിൻ്റെ വിശ്വാസം കണ്ടില്ലേ? ഈ വിശ്വാസം തന്നെ ചില സമയത്ത് ഇപ്പോൾ ഗ്രേസി ഡേവിഡ് ഇത്രയും വിശ്വസിച്ച് മകനെ കിട്ടിയെന്ന് വിചാരിച്ചല്ല, മകനെ കിട്ടിയല്ലോ. എങ്കിലും വിശ്വാസം അപകട മേഖലയിലാണ്. ഒരിക്കലും നമുക്ക് വിശ്വാസം കിട്ടിയെന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം എങ്ങനെ ധ്യാനം അവസാനിച്ചത്? ഒരിക്കൽ പ്രകാശം ലഭിച്ചവർ വീണുപോയാൽ, അല്ലേ? നമ്മൾ ഹെബ്രായർ 4:6 വായിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. 6:4 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹെബ്രായർ 6:4 ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും കണ്ടില്ലേ? ഇത് അതായത് ഇപ്പം ഗ്രേസി ഡേവിഡിൻ്റെ വിഷയം എന്താണ്? ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും, പറഞ്ഞേ, ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും, അല്ലെങ്കിൽ ഒരിക്കൽ വിശ്വാസം ലഭിക്കുകയും, ഒരിക്കൽ വിശ്വാസം ലഭിക്കുകയും, സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും ചെയ്തവര്. എന്തെന്നാണ് ദൈവം ഇപ്പം അവളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടില്ല. മകനെ കൊണ്ടുവന്ന് പിറ്റേ ദിവസം കൊടുത്തില്ലേ? 72 മണിക്കൂറിനുള്ള സംഭവം എല്ലാം ക്ലിയർ ആയില്ലേ? അപ്പം അങ്ങനെ ഒരിക്കൽ പ്രകാശം ലഭിച്ച്, വിശ്വാസം ലഭിച്ച്, നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചാൽ പിന്നെ അവർ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. എന്താണ് സാക്ഷ്യം പറഞ്ഞവർ പ്രത്യേകം ശ്രദ്ധിക്കണം. വായിച്ചോളൂ. ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും ചെയ്തവരെ വീണു പോവുകയാണെങ്കിൽ അവരെ അനുതാപത്തിലേക്ക് പുനരാനയിക്കുക അസാധ്യമാണ്. ഇതാണ് ഉടമ്പടി ശ്രദ്ധിക്കേണ്ട കാര്യം. നിങ്ങൾക്കൊരിക്കൽ സാക്ഷ്യം ലഭിച്ച് വിശ്വാസത്തിൻ്റെ വഴികളിൽ നിങ്ങൾ വന്നാൽ പിന്നെ എന്താണ്? നിങ്ങളത് സംരക്ഷിക്കാൻ ബാധ്യസ്ഥയാണ്, ആ വിശ്വാസ നിലവാരം. അല്ലാതെ ഇനി ഒരു വിഷയം ഉണ്ടാകട്ടെ, അപ്പം ഞാൻ വീണ്ടും ഉടമ്പടി എടുത്ത് കാര്യം കണ്ടോളാമെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വഴികളിൽ പോയാൽ പ്രശ്നമാണ്. എന്താണ്? ഒരിക്കൽ പ്രകാശം ലഭിക്കുകയും സ്വർഗീയ സമ്മാനം ആസ്വദിച്ചറിയുകയും ചെയ്തവരെ വിശ്വാസത്തിൽ നിന്ന് വീണുപോയാൽ അവരെ അനുതാപത്തിലേക്ക് നയിക്കുക അസാധ്യം. പിന്നീട് അവർക്ക് കിട്ടത്തില്ലെന്ന്. അത് ഭയങ്കര സീരിയസ് വിഷയമാണ്. അതായത് ഒരിക്കൽ നിങ്ങൾ ദൈവമാണ് തൊട്ടിരിക്കണം, അല്ലാതെ നിങ്ങളുടെ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡൻ്റ് അല്ല തൊട്ടത്. അപ്പോൾ ദൈവം നിങ്ങളെ തൊട്ടിട്ട്, നിങ്ങൾക്ക് ആ തൊട്ട അനുഭവം കിട്ടിയിട്ട് വീണ്ടും നിങ്ങൾ പാപികളായിട്ട് പഴയ ലോകത്താന്മാരായിട്ട് പോയിട്ട് പിന്നീടൊരു വിഷയം ഉണ്ടാകുമ്പോൾ പിന്നെ ദൈവത്തിൻ്റെ വന്ന് അനുഗ്രഹം അടിച്ചു മാറ്റാമെന്ന് വിചാരിച്ചാൽ നടക്കത്തില്ലെന്ന് തന്നെ വന്ന് മാത്രമല്ല, നിങ്ങളുടെ കാര്യത്തിൽ
ഇതിനെക്കുറിച്ചൊക്കെ പത്രോസ് പറയണത് അതിനേക്കാൾ ഗതികെട്ട വാക്കാണ്. ശ്രുതികടെ എടുത്തുതരാം. ശ്രുതികടെ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ വീശി പാടാം. പത്രോസ് 2:20. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ നമ്മുടെ 2:20 നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവ് മൂലം അവർ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ നിന്ന് രക്ഷ പ്രാപിച്ചതിന് ശേഷം വീണ്ടും അവയിൽ കുരുങ്ങുകയും അവയാൽ തോൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നെങ്കിൽ അവരുടെ അന്ത്യസ്ഥിതി ആദ്യത്തേതിനേക്കാൾ മോശമായിരിക്കും. ഈ വീണ് പോണ ആൾക്കാരല്ലേ, വിശ്വാസം ഒരിക്കൽ ലഭിച്ചു, അടയാളം കിട്ടി, സാക്ഷ്യം പറഞ്ഞു, പിന്നീട് ഒരിക്കലും അവർ പിന്നീട് പഴയതുപോലെ ആ കാലം കഴിയുമ്പോൾ വീണ്ടും ലോകത്താനായിട്ട് ജീവിച്ചിട്ട് പിന്നീടൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ദൈവത്തിലേക്ക് വന്നാൽ അവരെ ദൈവം വിളിക്കണത് പന്നി എന്നാണ് വിളിക്കണത്. അതിൻ്റെ താഴത്തെ വായിച്ചേ. 2 പത്രോസ് 2:22. 2 പത്രോസ് 2:22. നായ് ഛർദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു. നായ് ഛർദിച്ചത് തന്നെ പിന്നെയും ഭക്ഷിക്കുന്നു. കുളിച്ച പന്നി ചെളിക്കുണ്ടിൽ വീണ്ടും ഉരുളുന്നു എന്ന പഴമൊഴി അവരെ സംബന്ധിച്ച് ശരിയാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കും, ഒരിക്കലും ഇപ്പം ഗ്രേസി ഡേവിഡ് അവർക്ക് വിശ്വാസം കണ്ടവരല്ലേ, അവരിലൂടെ ദിവ്യകുർബാനയിൽ നിന്ന് ഈശോ പറഞ്ഞ് അവരുടെ മകൻ വരുന്നുണ്ടെന്ന് അവരത് വിശ്വസിച്ചു. മകൻ വരികയും ചെയ്തു പിറ്റേ ദിവസം. ഇനി ഗ്രേസി ഡേവിഡ് വീണ് പോയാൽ അവളെ നായെന്ന് പട്ടിയെന്ന് അല്ലെ പന്നിയെന്ന് വിളിക്കത്തുള്ളൂ ദൈവം. എന്താണ്? നായ ഛർദ്ദിച്ചത് തന്നെ പിന്നെയും തിന്നുന്നു. വീണ്ടും അതായത് ദൈവാനുഗ്രഹം കിട്ടിയിട്ട് പിന്നീട് നമ്മളുടെ താല്പര്യത്തിനനുസരിച്ച് പിന്നെ ചതിയോ വഞ്ചനയോ സെക്സോ മോശമായിട്ടുള്ള ജീവിതമോ മദ്യമോ ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ഏഷണിയോ പരദൂഷണമോ പകയോ വിദ്വേഷമോ ചതിയോ അഹങ്കാരമോ ഇങ്ങനെ ലോകത്താനായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക, പിന്നീട് അവരെ തിരിച്ച് കൃപയിലേക്ക് കൊണ്ടുവരിക അസാധ്യമാണ്. പിന്നീട് അത് തിരിച്ചു തരത്തില്ല. കാര്യം എന്താണ്? നിങ്ങൾ ദൈവത്തിനെതിരായിട്ടാണ്. ദൈവത്തിൻ്റെ കൃപ നേരെ കണ്ടിട്ട് പോലും നിങ്ങളുടെ മറ്റൊരു ജീവിതം, അതിനെ നിങ്ങൾക്ക് ആസ്വാദ്യം തോന്നിയ ഒരു ജീവിതം കണ്ടപ്പോൾ ദൈവത്തിനെ മാറ്റിയിട്ട് നിങ്ങളത് സ്വീകരിച്ച് ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചതാണ്. നിങ്ങൾക്കറിയാമല്ലോ, അഭിഷേകം നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമുക്ക് സ്നേഹവും വിശ്വസ്തതയുമാണ്. ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട 2 പോയിൻറ്റുകൾ. സ്നേഹം, അതായത് നിങ്ങൾക്ക് ദൈവത്തിനോട് സ്നേഹം കൂടിക്കൂടി വരികയാണെങ്കിൽ അഭിഷേകം എന്ത് ഭാരമുള്ള സംഭവമാണെങ്കിലും നമുക്ക് എടുക്കാനുള്ള അഭിഷേകം ഉണ്ടായിക്കൊണ്ടിരിക്കും ദൈവത്തോടുള്ള. ഇപ്പം നിങ്ങൾക്ക് മക്കളില്ലെന്ന് വിചാരിച്ചോ, ഇപ്പം നിങ്ങളുടെ കൂട്ടുകാരത്തിക്ക് മക്കളുണ്ട്, അനിയത്തിക്ക് മക്കളുണ്ട്, ചേട്ടത്തിക്ക് മക്കളുണ്ട്. അപ്പോൾ നിങ്ങളുടെ അമ്മായി പറയും, നീ മച്ചാണ്, നീ അസത്താണ്, നോക്കി നിനക്ക് മാത്രം എന്താ മക്കളില്ലാത്ത, വേറെ എല്ലാവർക്കും മക്കളുണ്ടല്ലോ എന്ന് പറയുമ്പോൾ നിനക്ക് തോന്നുന്നു വല്ല കറണ്ട് കമ്പിയേലും പിടിച്ച് അത്ത് കളയാമെന്ന് തോന്നും. അത് അഭിഷേകം ഇല്ലാഞ്ഞിട്ടാണ്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പം നിൻ്റെ കുടുംബ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ എന്തുമാത്രം രൂക്ഷമായി നിനക്കെതിരെ വരുമ്പോൾ ദൈവം ഉദ്ദേശിക്കണ അതല്ല. അതിനൊപ്പം തന്നെ ഈ താമര അല്ലെങ്കിൽ ആമ്പല് അത് പെരുവെള്ളം വർഷകാലം വരുമ്പോൾ എന്ത് ചെയ്യും? ചീഞ്ഞു പോവുക? ഇല്ല. ആ വെള്ളത്തിൻ്റെ മുകളിൽ വരും ആ സംഭവം, ഇല്ലേ?
അത് തണ്ട് നീട്ടി എൻ്റെ താമര വെള്ളത്തിൻ്റെ പ്രളയം വന്നാലും വെള്ളത്തിൻ്റെ മുകളിൽ വരും. എൻ്റെ ദൈവവേദന ഇതുപോലെ നിനക്ക് ചുറ്റും ക്ലേശങ്ങൾ പെരുകുമ്പോൾ ദൈവസ്നേഹം നീ സ്വീകരിച്ച് ദൈവത്തെ മാത്രം സ്നേഹിച്ച് മറ്റുള്ളവരാരും സ്നേഹിക്കാൻ യോഗ്യരല്ലെന്ന് മനസ്സിലാക്കി സ്നേഹിച്ചാൽ ഇത് തന്നെയാണ് ഫലമെന്ന് മനസ്സിലാക്കി ദൈവത്തിൽ നിൻ്റെ ജീവിതം കൊണ്ട് തന്നെ നീ സ്നേഹിച്ച് ജീവിതം നീ അവലംബമാക്കി ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് നീ സങ്കടങ്ങളുടെയും പ്രളയത്തിൻ്റെയും മുകളിലേക്ക് വരാൻ വേണ്ടി നീ അഭിഷേകത്തിനായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവ സ്നേഹത്തിൽ മുന്നേറുവാൻ ഈ ആരാധനയോടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഇങ്ങനെ കൊടിയ ക്ലേശങ്ങളിലെ ദൈവസ്നേഹം നിറച്ച് ദൈവത്തിന് വേണ്ടി എനിക്ക് എൻ്റെ മക്കളെ ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ വിജയമെന്ന് പറയണത് നമുക്കറിയാമല്ലോ. അതായത് നിത്യജീവൻ വരെ പ്രാപിക്കാൻ പറ്റിയ ഇന്ധനം ഇതിനകത്തുണ്ട്. ഇപ്പം ഒരുത്തം വന്ന് ഈശോനോട് ചോദിച്ചില്ലേ, നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ അയാൾക്ക് ബോധമുണ്ട്, ചൊല്ലിയിട്ട് കാര്യമില്ലെന്നറിയാം. എന്ത് പ്രാർത്ഥന ചൊല്ലണമെന്നല്ല ചോദിച്ചത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. മത്തായി 19:16. മത്തായി 19:16. ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു. പറഞ്ഞ ഒരാൾ അവനെ സമീപിച്ച് ചോദിച്ചു, ഗുരു നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അപ്പൊ അങ്ങക്ക് ഒരു ക്ലൂ ഉണ്ടല്ലേ, ഒരു ക്ലൂ ഉണ്ട്. എന്താണ് കാര്യം? എന്ത് പ്രാർത്ഥന ചൊല്ലണമെന്നല്ല അവള് ചോദിച്ചത്. നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് പ്രാർത്ഥന ചൊല്ലണമെന്നല്ല ചോദിച്ചത്, എന്ത് സൽപ്രവർത്തികൾ ചെയ്യണമെന്നാണ് ചോദിക്കണത്. അപ്പോൾ ഇതിനകത്ത് നിത്യജീവൻ എന്ന് പറയുന്ന ഒരു ദൈവത്തിൽ നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രോമിസ് പോലും നമുക്ക് ലഭിക്കണത് ചൊല്ലിയിട്ടല്ല കിട്ടണത്, പിന്നെ എന്താണ്, ചെയ്തിട്ടാണ് കിട്ടണത്. അങ്ങനെയാണെങ്കിൽ ഉടമ്പടിയുടെ അതിനകത്തുള്ള ഫോർമുലയിലുള്ള സൽപ്രവൃത്തികളായാലും കാരുണ്യപ്രവൃത്തികളായാലും സുവിശേഷ പ്രവർത്തനങ്ങളായാലും ഇത് ചെയ്യുന്നതിലൂടെ നിനക്ക് ലഭിക്കുന്ന അഭിഷേകം എന്ന് പറയണത് അത് ഏത് ക്ലേശകാലത്തും ഏത് ക്ലേശം, നിൻ്റെ വീട്ടിൽ പട്ടിണിയും ദാരിദ്ര്യമാണെന്ന് തന്നെ വിചാരിച്ചോ. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, പിന്നെ ദാരിദ്ര്യം കൊണ്ട് കിറുനാറിയിട്ട് പാടില്ല, പിന്നെയാണ് നാട്ടുകാരെ സഹായിക്കാൻ നടക്കുന്നത്. പക്ഷേ എന്തായാലും സഹായിക്കുന്നതാണ് അഭിഷേകം എന്ന് പറയണത്. മനസ്സിലായ? നിനക്ക് ഇല്ല, ഉള്ളതിൽ നിന്ന് സഹായിക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷം തോന്നുന്നതിനാണ് അഭിഷേകം എന്ന് പറയണത്. അതിനാണ് പരിശുദ്ധാത്മാവെന്ന് പറയണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 2 കൊറിന്തോസ് 8:2. ശ്രുതികട. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 2 കൊറിന്തോസ് 8:2. എന്തെന്നാൽ ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകി. ഇത് മക്കെദോനിയ സഭയെക്കുറിച്ച് പറയണതാണ്. മക്കെദോനിയ സഭ എന്ന് പറഞ്ഞാൽ ആദിമ സഭയിൽ ഒരു സഭയാണ് കൊറിന്ത് സഭ എന്ന് പറഞ്ഞു. ഇപ്പോൾ അതെല്ലാം സ്ഥലങ്ങളുടെ പേരാണ്. ആ സ്ഥലത്തുള്ള സഭയ്ക്കാണല്ലേ പൗലോസ് അപ്പോസ്തലൻ കത്ത് എഴുതണത്. അപ്പോൾ ആ മക്കെദോനിയ സഭയിൽ ഭയങ്കര ദാരിദ്ര്യമൊക്കെ ഉണ്ടെങ്കിലും അവർ പിരിവെടുത്ത് മറ്റുള്ളവരെ സഹായിക്കുമായിരുന്നു സന്തോഷത്തോടെ. മനസ്സിലായ? അവർക്ക് ദാരിദ്ര്യമാണ്, എന്നാലും ദൈവസ്നേഹം നിറഞ്ഞിട്ട് അവർക്ക് എങ്ങനെയെങ്കിലും ആരെങ്കിലും സഹായിക്കണം. അവർ പറയും, ഞങ്ങളെ കൂടി കൂട്ടി, ഞങ്ങളെന്തിനാണ് തഴഞ്ഞത്? അവരെ സഹായിക്കുന്നതിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ തഴഞ്ഞത്? ഞങ്ങൾക്ക് ഇല്ലാത്ത വല്ലാത്ത നിങ്ങളെന്തിനാണ് അറിയണത്? ഞങ്ങൾക്ക് സന്തോഷമുണ്ടല്ലോ, സ്നേഹമുണ്ടല്ലോ അവരെ സഹായിക്കാൻ, ഞങ്ങളെയും കൂടി അതിനകത്ത് പങ്കെടുപ്പിക്കാൻ പറഞ്ഞിട്ട് ഇവർക്ക് ഈ കൊടിയ ദാരിദ്ര്യത്തിലും ആണെങ്കിലും ഇവർക്ക് ആന്തരികമായിട്ട് കൊടുക്കാൻ ഭയങ്കര സന്തോഷമാണ്. ഇതിനെ അഭിഷേകം എന്ന് ബൈബിള് പറയണത്. ബൈബിളെ അങ്ങനെ പറയത്തുള്ളൂ. അതിനാണ് സത്യവേദ പുസ്തകം എന്ന് പറയണത്. കൈയിട്ടിച്ച് കർത്താവിലേക്ക്. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. Praise the Lord. അതായത് ഈ കാരുണ്യ പ്രവൃത്തികൾ നമുക്ക് നിത്യജീവൻ വരെ നമുക്ക് ലഭിക്കാൻ സാധ്യതയുള്ളതാണ്. ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൻ്റെ സാക്ഷ്യത്തെ പെടുത്തുന്ന കാരുണ്യ പ്രവൃത്തികളും സൽപ്രവൃത്തികളും സുവിശേഷ വേലയും. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഒരു ഫങ്ഷണറി ആയിട്ട് ചെയ്യേണ്ട. ഉടമ്പടി എടുത്തേരെ ഇനി പത്രം കൊടുക്കണം. ഇപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സാക്ഷ്യം പറഞ്ഞ് ഒരു നാട്ടുകാരത്തിയാ, ചേർത്തലക്കാരത്തി. എന്നാ അവരുടെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിന്ദു സുനിൽ ചേർത്തല. അപ്പോൾ അവരോട് പല ആൾക്കാരും പറയും, ഇവിടെ വന്ന് കൃപാസനം നിങ്ങളുടെ നാട്ടിലല്ലേ? ഇപ്പോൾ ബിന്ദു സുനിൽ ചേർത്തലക്കാരത്തിയാണ്, കെട്ടിച്ചു വിട്ടിരിക്കുന്നത് എറണാകുളത്താണ്. അപ്പോൾ അവളുടെ കുറേ പ്രോബ്ലം ഉണ്ട്. കുറേ പ്രോബ്ലം ഉള്ള വെച്ചാൽ അവിടെ ആങ്ങളെയുമായിട്ട് ഉടക്കാൻ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമില്ല. ആങ്ങളെയുമായിട്ട് ഉടക്കി അമ്മയും മകളുമാണെന്ന് തോന്നണം. പിന്നെ ആങ്ങളെ വേറെ വീട്ടിലാണ് താമസിക്കുന്നത്, ആങ്ങളെ ഇവിടെ അല്ല. അപ്പോൾ ആങ്ങളായിട്ട് വഴക്കായിട്ട് മാനസികമായിട്ട് ശരിക്കും അകന്നു പോയ ആൾക്കാരാണ്. അതുപോലെ തന്നെ ആങ്ങളയ്ക്കൊരു മകനുണ്ട്, അവന് എന്തോ ഓട്ടിസം പോലെ എന്തോ രോഗമാണ്. പിന്നെ ആങ്ങളയ്ക്ക് രോഗമുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവളോട് ആൾക്കാർ പറയും, നിങ്ങളുടെ നാട്ടിലല്ലേ കൃപാസനം, നിങ്ങൾക്ക് കൃപാസനത്തിൽ പോകാൻ വരും. ഇപ്പോൾ ഉടനെ ഇവർ പറയാം, അവിടെ എന്നാ, അവിടെ പത്രം മേടിക്കണം, പത്രം കൊടുക്കണം, യൂട്യൂബ് ചാർജ് ചെയ്യണം, എൻ്റെ ഇതൊക്കെ ചുമ്മാ ബിസിനസ്സല്ലേ, ഞാനൊന്നും പോകത്തില്ലെന്ന് പറയും. ഇവർ വരത്തില്ല. അവർ പറയുന്ന വേറെ സാധനമുണ്ട്. ഞാൻ പലപ്പോഴും ബസ്സിൽ ഇതിലേ പോകുന്നുണ്ടായിരുന്നു, ഞാൻ ഇങ്ങോട്ട് നോക്കത്തില്ലെന്ന്. എനിക്ക് അത്രയും വെറുപ്പായിരുന്നു. ആരോ പൈശാചികമായി അവിടെ ഉള്ളിൽ തിന്മയുടെ ശക്തി കയറ്റി വിട്ടിരിക്കുകയാണ്. പിശാച് അങ്ങനെ ഒരു കാര്യം ചെയ്യുവേ. ഇപ്പം നമുക്കെന്ത് മാത്രം ട്രോളുകളാണ് നമുക്കെതിരെ ഇറങ്ങിയത്. ഞാൻ ആ ഒരു ട്രോളിന് ഞാൻ മറുപടി കൊടുത്തിട്ടില്ല. എന്താ കാര്യം? മറുപടി കൊടുക്കും. കാര്യം ജനങ്ങളുടെ വിശ്വാസത്തിൻ്റെ സാക്ഷ്യങ്ങളിങ്ങനെ അപ്പ് ചെയ്തുകൊണ്ടിരിക്കും. വേറെ അവരോട് നമുക്ക് സംസാരിക്കേണ്ട കാര്യമില്ലല്ലോ. സംസാരിക്കേണ്ട ആരാ സംസാരിക്കേണ്ടത്? ദൈവമല്ലേ സംസാരിക്കേണ്ടത്. നമ്മൾ സംസാരിക്കത്തില്ല. നമ്മൾ വീണ്ടും പ്രാർത്ഥിച്ച് ഉപവസിച്ചുമൊക്കെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാം. എന്നിട്ട് ആ സാക്ഷ്യങ്ങളെല്ലാം ജനങ്ങളിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവസാനം നമ്മളെന്താ ഇതുപോലെ ഇതിൻ്റെ വാതിൽക്കൽ കൂടി പോയാൽ പോലും സ്വന്തം നാട്ടുകാരത്തിയായിട്ട് പോലും മാതാവിനെ തിരിഞ്ഞു നോക്കാത്ത ആൾ ഒരു സുപ്രഭാതത്തിലെ അവർക്കൊന്നും, അതായത് കൃപാസനത്തിനെതിരെ ചിന്തിക്കുന്നവർക്കൊന്നും ഒരു സമയം കഴിഞ്ഞാൽ പിടിച്ചേക്കാൻ പറ്റത്തില്ല. ഈ സത്യമായതുകൊണ്ട് അവർക്കൊരു സങ്കടം വന്നാൽ എന്നാ ജാതിക്കാരായാലും അവർക്ക് തിരിച്ച് അമ്മയല്ലാതെ വരെ അഭയമില്ലല്ലോ. അത് അവർ തിരിച്ചു വന്ന് ഇവിടെ വന്ന് ഇതിനകത്ത് കയറി ഉടമ്പടി എടുത്തു. അത് നടപ്പിൽ വരുത്തിയപ്പോൾ ഇപ്പോഴെന്നാ അവർ പറയാമെന്നറിയാമോ? അവർ അമ്മയെ കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു ശക്തിയായ പ്രചാരകയായി മാറിയേ. അതെന്താ കാര്യം വെച്ചാൽ ആങ്ങള ഇവർ ഒരിക്കൽ സ്വപ്നത്തിൽ ജന്മത്തിൽ വിശ്വസിച്ചില്ല. അമ്മയടുത്ത് വന്ന് ഉടമ്പെടുക്കുമ്പോൾ ആങ്ങളെയുമായിട്ട് അനുരഞ്ജനപ്പെടണമെന്ന് മാത്രം എഴുതിയിട്ട് ആദ്യം ആങ്ങളുടെ മകൻ്റെ അസുഖം മാറണം, ആങ്ങളുടെ വാൽവ് ദ്രവിച്ചിരിക്കുകയാണ്, അവൻ മരിച്ചു പോകും, അവൻ്റെ വാൽവിന് ഓപ്പറേഷൻ നടത്തണം ഉള്ള മാർഗം തന്നെ, അല്ലെങ്കിൽ അവൻ ജീവിക്കണം. ഈ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എഴുതുന്നത്. അമ്മ ഒരു ആശുപത്രിയും പോകാതെ അവൻ്റെ വാൽവ് ശരിയാക്കി കൊടുത്തു. ആ ആങ്ങളെ ഒരാഴ്ച ഉടമ്പടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ ഇവരുടെ വീട്ടിൽ വന്ന് അമ്മനെയും മകളെയും കൂടി വിളിച്ചുകൊണ്ട് പോയി. ആകപ്പാടെ നമ്മളെ വേറെ ഏത് രാജ്യത്ത് നാട്ടിൽ ജീവിക്കണ പോലെ പടപടാന്ന് അവൻ്റെ ഓട്ടിസം ബാധിച്ചിരിക്കുന്ന മകനെ വേറെ അത് നിർത്താൻ പറ്റിയ ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോയി ആങ്ങളുടെ ഭാരം കുറച്ച് എല്ലാം അവൾ ചോദിച്ചത് എല്ലാം എണ്ണി ദിവസങ്ങൾക്കുള്ളിൽ കൊടുത്ത്. ഇപ്പം എന്നാ സംഭവിച്ചിരിക്കണത്? അതായത് എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും ആളിവിടെ വരും, എല്ലാ ദിവസവും കുർബാനയ്ക്ക് കൂടും, എല്ലാ ആഴ്ചയും കുർബാനയ്ക്ക് കൂടും, എല്ലാ ആഴ്ചയും വന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് എല്ലാവരും കൊടുക്കും. നോക്കിയേ ഒരാളതൊക്കെ. അപ്പോൾ അതായത് എത്ര കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചാലും ശരി സത്യത്തെ മൂടിവെക്കാൻ പറ്റത്തില്ല. ഒരു കാലത്ത് കൃപാസനത്തെ അപമാനിച്ചവർ തന്നെയാണ് പിന്നീട് അതിൻ്റെ പ്രചാരകരായിട്ട് അമ്മ തിരഞ്ഞെടുക്കുകയും അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഉപകരണമായി മാറണത്. അതുപോലെ പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ
കർത്താവായ ദൈവമേ, അതുപോലെയുള്ള വലിയ അനുഭവങ്ങളാല് ദൈവാനുഭവങ്ങളാല് ഞങ്ങളെയും അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വലിയ സാക്ഷികളാക്കി മാറ്റണമേ. ശ്രുതികടെ ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടും. ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടും. ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് വിശ്വാസ നിമ്നോന്നതങ്ങൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ കണ്ടില്ലേ, അത് ഇപ്പോൾ ഗ്രേസി ഡേവിഡിൻ്റെ വിശ്വാസം നമ്മൾ കണ്ടു, അതുപോലെ ബിന്ദു സുനിൻ്റെ വിശ്വാസം കണ്ടു. അപ്പോൾ ഇവർക്ക് ഇപ്പോൾ ചില സമയത്ത് വിശ്വാസം ഇങ്ങനെ വേലിയേറ്റം പോലെ ഇങ്ങനെ ഉയർന്നു വരണ കാണാം. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ വിശ്വാസം താഴുകയും ചെയ്യും. മനസ്സിലായില്ലേ? നമ്മൾ എത്ര വിശ്വാസത്തിൽ ഉന്നതരാണെങ്കിലും ശരി, നമുക്ക് നല്ല ശക്തമായ രോഗങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തിക തകർച്ചയോ കുടുംബത്തിൽ കലക്കമോ ഒക്കെ ഉണ്ടായാൽ നമ്മളെ വിശ്വാസം താഴുന്നില്ലെങ്കിലും വിശ്വാസം ഇങ്ങനെ പമ്മി നിൽക്കണ കാണാം. മനസ്സിലായില്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ വിശ്വാസത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വിശ്വാസത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ നിങ്ങളെ പ്രാർത്ഥനയിൽ മാത്രം നിങ്ങളെ വിശ്വാസം കൂട്ടാനും കുറക്കാനും പറ്റത്തില്ല. ഇപ്പം കർത്താവിനോട് അപ്പോസ്തലന്മാർ എന്താ പറയണത്? ഞങ്ങളുടെ അവിശ്വാസം പരിഹരിക്കണമേ, അല്ലേ? എന്ന് അവിശ്വാസം പരിഹരിക്കണമേ. അപ്പം അതൊരു പ്രാർത്ഥന സ്റ്റൈലാണ് പറയണത്. പക്ഷേ വിശ്വാസത്തിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ഒരാഴ്ച അതിങ്ങനെ ഉയർന്നു വന്നാൽ അടുത്ത ആഴ്ച വേറെ എന്തെങ്കിലും, ഇപ്പം നിങ്ങളെ മുഖത്ത് നോക്കി നട്ടെടുത്ത് മുളക്കാത്തൊരു നോണ നിങ്ങളുടെ ഭർത്താവ് പറഞ്ഞെന്ന് വിചാരിച്ചോ? വല്ല കൂട്ടുകാരന്മാരൊക്കെ ഇപ്പോൾ കത്തൊക്കെ എഴുതത്തില്ലേ? ഇപ്പോൾ കൂട്ടുകാരന്മാരൊക്കെ ചിലപ്പോൾ കത്തൊക്കെ എഴുതും. ചിലപ്പോൾ വീട്ടിൽ തന്നെ ഉള്ള ആൾക്കാർ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളവർ ചതിക്കണതായിരിക്കും, ഇല്ലേ? ചിലരൊക്കെ അമ്മായിമാരൊക്കെ പറഞ്ഞിട്ട് മരുമകൾക്ക് എതിരെ മകനെയൊക്കെ കത്തെഴുതണില്ലേ? അപ്പോൾ കത്തെഴുതിയിട്ട് അവൾ അങ്ങനെയാണ്, അവൾ എപ്പോഴും മൊബൈലാണ്, എപ്പോഴും രാത്രി പോകാൻ വിളിയാണ്, ആരെ വിളിക്കണമെന്ന് അറിയാൻ പാടില്ല. അവൾ പിഴച്ചവളാണെന്ന് പറയത്തില്ല, ആരെ വിളിക്കണമെന്ന് അറിയാൻ പാടില്ലെന്നേ പറയത്തുള്ളൂ. മനസ്സിലായില്ലേ? ഇങ്ങനെയൊക്കെ പറഞ്ഞുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ ദൈവത്തിൻ്റെ അടുത്ത് വരാൻ പറ്റത്തില്ല. നിങ്ങളിപ്പോൾ ഒരാളെ ചതിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ഏഷണി പറഞ്ഞു കൊടുത്ത് അവരുടെ ജീവിതം നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞ് വിചാരിച്ചോ? ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം വെച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചരിത്രം ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹിസ്റ്ററിയാണ്. മരുമകളുടെ ജീവിതം തകർത്തതും മകളുടെ ജീവിതം തകർത്തതും അയൽവാസിയുടെ കല്യാണം മുടക്കിയത് നിങ്ങളുടെ ചരിത്രമാണെന്ന് വിചാരിച്ചോ? അങ്ങനെയാണെങ്കിൽ നീ കണ്ണീരോടെ നിങ്ങൾ പ്രായശ്ചിത്തമായിട്ട് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യണം. എന്താ കാര്യം വെച്ചാൽ നിങ്ങളെ കാരണം എത്രയോ പേര് കണ്ണീര് കുടിച്ച് നിങ്ങൾ തൽക്കാലം ജയിക്കാൻ ചെയ്തതാണ്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിൽ ജയിക്കാൻ നോക്കണം. മനുഷ്യന്മാരുടെ മുമ്പിൽ ജയിച്ചിട്ട് കഥയൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോൾ അവരും ചാകും, നമ്മളും ചാകും. പിന്നെ ആര് ജയിച്ച് ആര് തോറ്റെന്ന് എങ്ങനെ അറിയാൻ പറ്റും? പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ അയൽവാസിയുടെ ജയിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരത്തിൻ്റെ ജയിച്ചു, ഇപ്പം കുറച്ച് കഴിയുമ്പോൾ നിങ്ങളും ചത്ത് അവരും ചത്ത്, തീർന്നില്ല പരിപാടി. അപ്പോൾ അതോടുകൂടി ആര് ജയിച്ച് ആരെ തോറ്റെന്ന് അറിയാൻ പറ്റത്തില്ല. ഗാലറിയിൽ ഇരിക്കുന്നവർക്ക് കൈയടിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങളുടെ വാദിയും പ്രതിയും ഈ മണ്ണിൽ മരിച്ചു വീഴും കുറച്ച് കഴിയുമ്പോൾ. ഒരാഴ്ച മുമ്പ് മരിക്കുമെന്നേ ഉള്ളൂ, ചിലപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഈ മനുഷ്യന്മാരുടെ മുമ്പിൽ ജയിക്കുക എന്നുള്ള ജഡികമായ ഈ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങളില്ലേ, അതിനോട് ഗുഡ് ബൈ പറയണതാണ് ഉടമ്പടി പെട്ടെന്ന് കയറി കത്താൻ എളുപ്പം. അപ്പം നിങ്ങളൊന്ന് ചിന്തിക്കണം, ആരുടെയെങ്കിലും ജീവിതം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടോ? ആരുടെയെങ്കിലും ഇപ്പോൾ കടക്കാരെന്നൊക്കെ പറയണത് ആരാണ്? മേടിച്ചിട്ട് കൊടുക്കത്തില്ലെന്നും
നിങ്ങൾക്ക് മനസ്സുകൊണ്ട് മേടിക്കൂ എന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, നിങ്ങൾ ഇവിടെ കൃപാസനത്തിൻ്റെ അകത്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എടുക്കുമ്പോൾ ഉടനെ നിലയം വിളിച്ച് മാതാവെ രക്ഷിക്കണേ, കർത്താവെ രക്ഷിക്കണേ, എൻ്റെ ജീവിതം തീർന്നൊക്കെ പറയും. പക്ഷേ നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ കയ്യിരിപ്പ് വേറെ ആണല്ലോ. പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേ നിങ്ങൾ യഥാർത്ഥ അസൽ രൂപം വരുന്നുണ്ടല്ലോ, അതല്ലേ കുഴപ്പം. അത് കുഴപ്പമാണ്. അപ്പം അതുകൊണ്ട് അത് തിരുത്താം കൃത്യമായിട്ട്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വശപ്പശകുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്തിട്ട് ദൈവ പൈതലിനെ പോലെ വ്യാപരിക്കാൻ നോക്കണം. അതുകൊണ്ടാണ് പറയണത്, ഒരിക്കൽ പ്രകാശം ലഭിച്ചൊരു വീണു പോയാൽ അവിടെ അന്ത്യസ്ഥിതി ആദ്യത്തിനേക്കാളും മോശമായിരിക്കും. എന്ന് വെച്ചാൽ ദൈവം പിന്നെ അവരെ തിരിഞ്ഞു നോക്കത്തില്ല. അപ്പോൾ ദൈവം തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയിൽ നിങ്ങളുടെ കയ്യിരിപ്പ് ശരിയാണെന്ന് നോക്കണം. ദൈവം എന്താ ഇത്രയും നാളെ ഇപ്പോൾ ഉടമ്പടി എടുത്തു, നിങ്ങളെന്താ തിരിഞ്ഞു നോക്കാത്ത ദൈവം? അപ്പം നിങ്ങളെ തിരിഞ്ഞു നോക്കണം. അതാണൊരു മാർഗം. ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തു, എന്നിട്ട് ദൈവം നിങ്ങളെ തിരിഞ്ഞു നോക്കണില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ തിരിഞ്ഞു നോക്കണം. എൻ്റെ കൈ വല്ല വഴിപ്പശു കൊണ്ടാ, ആടെയും ജീവിതം ഞാൻ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ വാങ്ങിച്ച് കൊടുക്കാതെ വെച്ചിട്ടുണ്ട്, ഉണ്ടായിട്ടും കൊടുക്കാതെ വെച്ചിട്ടുണ്ട്, അതെടുത്തിട്ട് വേറെ ആൾക്കാർ കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും സൂത്രപ്പണി തരികിടപ്പരോട് കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ദൈവത്തിൽ നിരക്കാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അനുതാപം ഉണ്ടാകണം. അനുതാപം ഉണ്ടായിട്ട് അങ്ങനെയുള്ള കയ്യാങ്കളികളെല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് മാപ്പ് ചോദിക്കണം, കർത്താവിനോട് പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എൻ്റെ ഉടമ്പടി സ്വീകാര്യമാകാൻ വേണ്ടി എൻ്റെ ഹൃദയത്തെ നീ തകർക്കണമേ. തകർന്ന ഹൃദയത്തിന്റെ കാഴ്ചകളാണ് നീ സ്വീകരിക്കണമെന്ന് സുവിശേഷത്തിന്റെ വെളിപ്പാടിലൂടെ ഞാൻ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അനുതാപത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് വിശ്വാസത്തിൽ നമ്മളെ ശക്തിപ്പെടുത്തി നിർത്തണത്. കാര്യം വിശ്വാസം എല്ലാവർക്കും വിശ്വാസം തളർന്നു പോകുന്നതിൻ്റെ കാരണം പ്രാർത്ഥന മാത്രം വിശ്വാസം ഉയർത്താൻ വേണ്ടി ഉപയോഗിച്ചിട്ടാണ്. ചില കാര്യം വിശ്വാസത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അത് ഈ ആഴ്ചയിലൊരു 50 പോയിൻ്റ് നിൽക്കണമെങ്കിൽ അടുത്ത ആഴ്ച 40 പോയിൻ്റൊക്കെ താഴുവത്. മനസ്സിലായോ? വിശ്വാസത്തിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഈ വിശ്വാസത്തിന് സ്റ്റാറ്റിക്കായിട്ട് നിർത്താനും കയറ്റി വീഴാനുള്ള ഒരു മാർഗമെന്ന് പറയണത്, ഇപ്പം നമുക്കറിയാമില്ലേ, വിശ്വാസത്തിൻ്റെ പെട്ടെന്നാണ് നല്ല തികഞ്ഞ വിശ്വാസമാണെങ്കിൽ പെട്രോൾ പോലെ കത്തണം. എന്താ കാര്യം? അത് പക്ഷേ അത് കുഴപ്പമെന്ന് വെച്ചാൽ വിശ്വാസം താഴാതിരിക്കാനുള്ള 3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് അതായത് 3 കാര്യം. ഒന്ന് നമ്മൾ ഉടമ്പടി പറയുന്ന ഇതാണ്, അത് സൽപ്രവൃത്തികളാണ്. കാര്യം സൽപ്രവൃത്തിയുടെ പ്രശ്നം എന്നറിയാമോ? സൽപ്രവൃത്തി ചെയ്താൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. അതാണ് വിശ്വാസം താഴാതിരിക്കാനുള്ള മെയിൻ സംഭവം. ഒന്ന് സൽപ്രവൃത്തിയാണ്. എന്താ കാര്യം എന്നറിയാമോ? സൽപ്രവൃത്തി നമ്മൾ ചെയ്യണം. ഇപ്പോൾ എന്തുമാത്രം സൽപ്രവൃത്തി നമ്മൾ ചെയ്യുന്നുണ്ട്, ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും. ദൈവം നമ്മുടെ കൂടെ നിന്ന് ആ വിശ്വാസം താഴുക ഇല്ല. ഇപ്പം നമ്മൾ തോബിത്ത് 12:12 എടുത്തേ. തോബിത്ത് 12:12 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, ആരാധന. തോബിത്ത് 12:12 നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു. നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തുണ്ടായിരുന്നു. അതാണ് സംഭവം. 12:13 തോബിത്ത് 12:13 എന്താ സംഭവം? അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താണ്? വിശ്വാസം പ്രാർത്ഥനയിൽ മാത്രം അവലംബിച്ചു കഴിഞ്ഞാൽ വിശ്വാസം താഴാൻ സാധ്യതയുണ്ട്. ഓരോ ദിവസം ഗ്രാഫ് പൊങ്ങിയും താഴ്ന്നും കിടക്കും. പക്ഷേ നമ്മൾ വിശ്വാസത്തെ പ്രാർത്ഥനയുടെ ഫോർമാറ്റിൽ നിന്ന് മാറ്റിയിട്ട് പ്രവൃത്തിയുടെ ഫോർമാറ്റിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാലുള്ള ഗുണം എന്താ? തോബിത്ത് 12:13 വായിച്ച്, നീ മരിച്ചവരെ സംസ്കരിച്ചപ്പോൾ പറഞ്ഞേ, നീ മരിച്ചവരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്നെന്ന്. അപ്പോൾ അതായത് ഈ മനുഷ്യരെ മരിച്ചവരെ സംസ്കരിക്കാൻ പോയത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടാണ്. പെന്തക്കോസ്താ ദിവസം നല്ല വിഭവസമൃദ്ധമായ ഊണിൻ്റെ സമയത്താണ്. ഊണ് കഴിക്കാൻ പോകുമ്പോൾ മകനോട് പറഞ്ഞ്,
നമ്മുടെ ആരുടെയെങ്കിലും പാവപ്പെട്ടവരുണ്ടെങ്കിൽ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവൻ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മരിച്ച ആൾക്കാരെക്കുറിച്ചാണ് അവൻ പറയണത്. മരിച്ചുപോയ ആൾക്കാരുടെ ജഡം കിടക്കണമെന്നാണ് പറഞ്ഞ്, പട്ടണത്തിൽ കിടപ്പുണ്ടെന്നാണ് പറഞ്ഞത്. ഉടനെ ഈ മനുഷ്യൻ ആ ഭക്ഷണം കഴിച്ചില്ല. ആ ഭക്ഷണം കഴിക്കാതെ, തൻ്റെ ഉച്ചഭക്ഷണം കഴിക്കാതെ നേരെ ഓടിപ്പോയി ആ ശവത്തെ സംസ്കരിച്ചതിനെക്കുറിച്ചാണ് ദൈവം പറയണത്. നീ ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ നീ ത്യാഗം അനുഭവിച്ചുകൊണ്ട് നീ ആ ശവം മറവ് ചെയ്യാനുള്ള കാരുണ്യപ്രവൃത്തി ചെയ്തപ്പോൾ ഐ വാസ് വിത്ത് യു, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്ന്. അതുകൊണ്ട് എൻ്റെ ദൈവവേദനെ എപ്പോഴെങ്കിലും പ്രാർത്ഥന കൊണ്ട് വിശ്വാസത്തെ നിലനിർത്താൻ നമുക്ക് ഒരു പരിധി കഴിഞ്ഞാൽ പറ്റത്തില്ല. പിന്നെ ഉള്ളത് നമ്മുടെ മുമ്പിലുള്ളത് സാക്ഷ്യം എന്ത്? സൽപ്രവൃത്തികളാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി പ്രകാരമുള്ള സൽപ്രവൃത്തികള് ദൈവസ്നേഹത്തോടെ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ സാന്നിധ്യത്തില് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ശ്രുതികടേ ആരാധന ശ്രദ്ധിക്കട്ടെ. ഈ ഓമന ധർമ്മരാജൻ അങ്ങനെ ഒരു സാക്ഷി ഉണ്ടായിരുന്നു. ഓമന ധർമ്മരാജൻ, അതും തൃശ്ശൂരാണെന്ന് തോന്നണം. അവിടെ സാക്ഷ്യം നിങ്ങൾ കേട്ട് കാണുമായിരിക്കും. ഭയങ്കര ഹൃദ്യമാണ്. ഇവർ രണ്ടുപേരും പ്രാർത്ഥനയുള്ളവരാണ്. ഓമനയും ധർമ്മജനും പ്രാർത്ഥനയുള്ളവരാണ്. ഈശോനും അമ്മയോടും അടുപ്പമുള്ളവരാണ്. അപ്പോൾ ഒരു ദിവസം ഒരു അബദ്ധം പറ്റി. ഒരു കൂട്ടുകമ്പനിക്ക് പോയി. ധർമ്മജൻ ഒരു കൂട്ടുകമ്പനിക്ക് പോയി വെച്ചാൽ ഈ ആൾക്കാർ കുപ്പിയൊക്കെ വെച്ചുകൊണ്ട് കൂട്ടത്തില്ലേ. വൈകിട്ട് എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ കുപ്പിക്കൂട്ടം കാണിക്കില്ല. കുപ്പിക്കൂട്ടത്തിന് പോയി. അവൻ കുടിച്ചില്ല, പക്ഷേ കൂട്ടുകാരനൊരു കുപ്പി കൊടുത്തു വിട്ട്. ആ കൊടുത്തു വിട്ടത് ഈ ഓമനെ പറ്റിച്ച് ഈ മനുഷ്യൻ ഈ ഉടുപ്പിൻ്റെ അകത്ത് വെച്ച്, മുണ്ടിൻ്റെ അകത്ത് വെച്ച് നേരെ തൊഴുത്തിലങ്ങോട്ട് കൊണ്ട് ഒളിപ്പിച്ച് വെച്ച്, ആ ബ്രാൻഡി ഒളിപ്പിച്ച് വെച്ച്. പക്ഷേ ഇതോടുകൂടി ആ വീട്ടിൽ അലയും അങ്ങോട്ട് പോവുകയാണ്. ഓമനത് കണ്ടില്ല. പക്ഷെ ഇവൾക്ക് പെട്ടെന്ന് ഒരു ബോധക്കേടുണ്ടായി, ശ്വാസം മുട്ടലൊക്കെ ഉണ്ടായി. ഇവൾ നിലവിളിച്ച് നിലത്ത് വീണിട്ട് ഉടനെ ഇവൾ പറയും, മകളോട് പറയും, ഒരു പേന എടുക്ക്, ഒരു പേപ്പർ എടുക്ക്, വെളിവില്ലാതൊക്കെ പറയും, ഒരു പേന എടുക്ക്, ഒരു പേപ്പർ എടുക്കുന്നൊക്കെ പറയും. അപ്പോൾ അമ്മ നിലത്ത് കിടക്കുകയാണ്. ഉടനെ മകള് ആ അമ്മ ചോദിച്ചതിന് വേണ്ടി മരുന്നെടുക്കാൻ ചോദിക്കണ പോലുള്ള ഒരവസ്ഥയാണ്. അത് കാരണം മകൾ കൊണ്ട് പേനയും പേപ്പറും കൊടുക്കും. എന്നിട്ട് നെഞ്ചത്ത് വെച്ച് ഇവളെന്തൊക്കെ കുത്തിക്കുറിക്കും. അവളുടെ ബോധം പോയി, റിലേ പോയിരിക്കുന്ന ആൾ കരഞ്ഞ് അവിടെ നിലത്ത് വീണ് ഉരുണ്ട് വല്ലാത്ത അവസ്ഥയെ. എന്നിട്ടിങ്ങനെ കുത്തിക്കുറിക്കും. ഉടനെ ഇവളുടെ ഭർത്താവ് ഇത് മേടിക്കുമ്പോൾ അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അപ്പോൾ ഇത് വായിച്ചോട് ഈ മനുഷ്യൻ കിടന്ന് കാറ് നിലവിളിക്കും, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അതോടുകൂടി ആ മനുഷ്യൻ ഇപ്പം മാപ്പ് പറയും. എടി, ഇതാണ് വിഷയം. അതായത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം, നമ്മൾ ദൈവത്തിൻ്റെ കൂടെയാണ്, ഡിവൈൻ സോണിലാണെങ്കിലേ ദൈവം നമ്മൾ ആ കുടുംബത്തെ ദൈവം സംരക്ഷിക്കും. അയാൾ എല്ലാ കുടുംബം നശിക്കാൻ പോകുകയായിരുന്നു. പാത്ത് കൊണ്ടുവന്ന് മദ്യം വെച്ച് കുടിച്ച്, രഹസ്യത്തെ കുടിച്ച് പിന്നെ ആ സ്വഭാവം മാറി, പ്രാർത്ഥനാ ജീവിതം മാറി, ആ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെട്ട് തകരാൻ പോകുകയായിരുന്നു. അപ്പോഴുടനെ ആത്മാവിൽ പ്രവേശിച്ചിട്ട് ഇവൾക്കറിയത്തില്ല ഇവൾ എന്താണ് ഈ നെഞ്ചത്ത് വെച്ച് എഴുതിക്കൊണ്ടിരിക്കണമെന്ന്. പക്ഷെ വായിക്കുന്നവർക്കറിയാം എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴയാണ്. അതായത് പ്രാർത്ഥന എന്തുമാത്രം സംരക്ഷണമാണെന്ന് നമ്മൾ അറിയണം. പിന്നീട് ഓമനയുടെ ബാക്കി സാക്ഷ്യം, അതോടെ കുടുംബം രക്ഷപ്പെടുകയാണ്. അതല്ല, ഓമനയുടെ ബാക്കി സാക്ഷ്യം കേൾക്കണം. ഓമൻ അവസാനം പറയുന്നൊരു കാര്യമാണ് എന്നെ സ്പർശിച്ചത്. കാര്യം, ഞാൻ എവിടെ പോയാലും ഒരു പൊതി ചോറെടുത്ത് എൻ്റെ ബാഗിൽ വെച്ചുകൊണ്ടാ പോകണമെന്ന്. ഞാൻ എവിടെ പോയാലും എന്തിനാണെന്നറിയാമോ? ആരെങ്കിലും രോഗികളെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ
ഇല്ലാത്തവരെ കണ്ടാൽ കൊടുക്കാൻ വേണ്ടിയാണ്. അതാണ് സൽപ്രവൃത്തി എന്ന് പറയുന്നത്. ദൈവം നമ്മളെ വിട്ടുമാറത്തില്ല. നിൻ്റെ ഭർത്താവോ നീയോ നിൻ്റെ കുടുംബമോ നിൻ്റെ മക്കളോ നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. കൈയിട്ടിച്ച് കിടത്താൻ ഉടമ്പടി എടുത്തിട്ടുള്ള പ്രവൃത്തികളില് കാരുണ്യ പ്രവൃത്തികളില് സ്ഥിരതയോടെ മുന്നേറുവാൻ ആരാധനയോടെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് അതായത് 2 കൊരിന്ത്യർ 8:16 എടുത്ത് 2 കൊരിന്ത്യർ 8:16 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 8:16 നിങ്ങളെക്കുറിച്ച് ഇത്തരത്തിലുള്ള ആത്മാർത്ഥമായ താല്പര്യം തീത്തോസിന്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഒന്നിനു വായിച്ചാൽ നിങ്ങൾ മനസ്സിലായില്ലേ? അതായത് തീത്തോസ് എന്താ ചെയ്തിരിക്കണത്? തീത്തോസ് ആദ്യം മക്കെദോനിയ സഭയെ സഹായിച്ച ആളാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയണത്, തീത്തോസിലൂടെ തുടങ്ങി വെച്ച കാരുണ്യ പ്രവർത്തികൾ ദൈവം നിങ്ങളെ വിശ്വാസത്തിന് പോലെ കാരുണ്യ പ്രവൃത്തിയിലും മികച്ചു നിൽക്കട്ടെ. നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന്. അതായത് 2 കൊരിന്ത്യർ 8:7 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 8:7 നിങ്ങൾ എല്ലാ കാര്യങ്ങളിലും വിശ്വാസത്തിലും പ്രഭാഷണത്തിലും വിജ്ഞാനത്തിലും സമ്പൂർണമായ ഉത്സാഹത്തിലും ഞങ്ങളോടുള്ള സ്നേഹത്തിലും മികച്ചു നിൽക്കുന്നത് പോലെ ഈ കാരുണ്യ പ്രവർത്തനങ്ങളിലും മികച്ചു നിൽക്കുവിൻ. അടുത്ത വരി, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയല്ല നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ തെളിയിക്കുകയാണ്. അതായത് നമുക്ക് സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് യഥാർത്ഥമായിരിക്കണം. ഇപ്പം ഇവളെ സംബന്ധിച്ചത് എന്താണ്? അവൾക്ക് കാരുണ്യ പ്രവൃത്തി. ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നു, അതുകൊണ്ട് ഉടമ്പടിയല്ലേ. ഇനിയിപ്പോൾ രോഗികളെ പോയി കണ്ടില്ലെങ്കിൽ ഐഎൽടിഎസ് തോറ്റാൽ ഞാൻ എന്ത് ചെയ്യും? അതാണ് ആൾക്കാരുടെ ഇക്കണോമിക്. അതാണ് ആൾക്കാർ സൽപ്രവൃത്തി ചെയ്യാതൊന്നും ഇരിക്കണില്ല. സൽപ്രവൃത്തിയൊക്കെ ചെയ്യുന്നുണ്ട്, രോഗികളൊക്കെ പോയി കാണുന്നുണ്ട്. ദൈവം ഇനി രോഗികളെ പോയി കണ്ടില്ലെങ്കിൽ വിസ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതാ മനസ്സിലാവും. അതാണ് പ്രശ്നം. അതായത് നിങ്ങളുടെ വിഷയമാണ്, അല്ല ദൈവത്തിൻ്റെ വിഷയമല്ല. സൽപ്രവർത്തികൾ ആൾക്കാർ ചെയ്യുന്നുണ്ട്, ഉടമ്പടി എടുക്കുന്നവരെല്ലാവരും സൽപ്രവൃത്തി ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തിനാണ്? അവിടെ വയറ്റിപ്പഴുപ്പിന് വേണ്ടി ചെയ്യണതാണ്. ഇതെങ്ങനെ ചെയ്തില്ലെങ്കിൽ, നമുക്ക് വിസ വന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? സ്ഥലം വിറ്റ് മാറില്ലെങ്കിൽ എന്ത് ചെയ്യും? അപ്പം നിങ്ങളുടെ സ്ഥാവരജംഗ വസ്തുക്കളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ സൽപ്രവൃത്തി ചെയ്യണത്. നോ, നിങ്ങളുടെ യഥാർത്ഥ ദൈവത്തിനോടുള്ള സ്നേഹമായിരിക്കണം. നിങ്ങൾ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, ഈ സൽപ്രവൃത്തികൾ ചെയ്യുന്നുണ്ടെങ്കിൽ, സ്വാഭാവിക സൽപ്രവൃത്തികൾ ചെയ്യുന്നത് പോലും നമ്മളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന്, അതായത് അത് പുറംപൂച്ചല്ല, മറിച്ച് എന്താണ്, തനി സ്വർണ്ണമാണ്, 916 ആണെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ഈ ജോലി ചെയ്യണത്. സൽപ്രവൃത്തിയായാലും ശരി, കാരുണ്യപ്രവൃത്തിയായാലും ശരി, സുവിശേഷ വേലയായാലും ശരി, പത്രം കൊടുപ്പിലായാലും ശരി, വേദപ്രചാരമായാലും ശരി, അതിൻ്റെ പിന്നിലെല്ലാം ഒരു യഥാർത്ഥ സ്നേഹത്തിൻ്റെ ശക്തിയുണ്ട്. ഇപ്പം യഥാർത്ഥ സ്നേഹത്തിന് ഒരു ശക്തിയുണ്ട്. ആ ശക്തിയാണ് സൽപ്രവൃത്തികളിലും കാരുണ്യപ്രവൃത്തികളിലും വെളിവാക്കുന്നത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അങ്ങയോടുള്ള യഥാർത്ഥ സ്നേഹത്തിന്റെ ശക്തി എൻ്റെ കാരുണ്യ പ്രവൃത്തികളിലും ഭാവന പ്രവർത്തനങ്ങളിലും അതുപോലെ വേദപ്രചാര പ്രവർത്തനങ്ങളിലും പ്രകടിപ്പിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യണമേ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് വിശ്വാസത്തിൽ വീണു പോകാതിരിക്കാൻ ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? വിശ്വാസത്തിനൊരു കൊഴുപ്പുണ്ട്. എന്താണ് അത്? ഓരോ ആഴ്ചയിൽ വളർന്നാൽ അടുത്ത ആഴ്ച തളരും. ഇതിന് കേവല സ്ഥിതി ഉണ്ടാക്കാനും വളരാൻ വേണ്ടി വളരുക മാത്രം ചെയ്യാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒറ്റമൂലിയാണ് ദൈവനാമത്തിലും ദൈവസ്നേഹത്തിലും യഥാർത്ഥ സ്നേഹത്തിൻ്റെ ശക്തിയിലുമുള്ള സൽപ്രവൃത്തികൾ. അപ്പോഴെന്താ സംഭവിക്കുന്നത്? തോബിത്തിൻ്റെ 12:13 പോലെ നീ സൽപ്രവൃത്തികൾ ദൈവനാമത്തിൽ ചെയ്യുമ്പോൾ ദൈവം തന്നെ നിൻ്റെ കൂടെ വരും. ദൈവം തന്നെ നിൻ്റെ കൂടെ വരണ കാരണം നിൻ്റെ വിശ്വാസം ഒരിക്കലും താഴ്ന്നു പോകത്തില്ല. പക്ഷേ ദൈവവേദന അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. വീണു പോകാതിരിക്കാൻ ആദിമസഭയുടെ പാഠങ്ങളാണ് ഞാൻ പറയണത്. അതായത് ഇപ്പോൾ 2 പത്രോസ്, ദാറ്റ് മീൻസ് 2 പത്രോസ് 1:10 എടുത്ത് ശ്രുതികട ഹല്ലേലൂയ. 2 പത്രോസ് 1:10. ആകയാൽ സഹോദരങ്ങളെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കുന്നതിൽ കൂടുതൽ ഉത്സാഹമുള്ളവരായിരിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ ഒരിക്കലും നിങ്ങൾ വീണു പോവുകയില്ല. അപ്പൊ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കാൻ വേണ്ടി ഇതുപോലെ സൽപ്രവർത്തികളിലൂടെയും അതുപോലെ തന്നെ കൃപാവര പ്രവർത്തനങ്ങളിലൂടെയും വേദപ്രചാര പ്രവർത്തനങ്ങളിലൂടെയും ദൈവസംഘത്തിൻ്റെ യഥാർത്ഥ പ്രവർത്തികളിലൂടെ പോയാൽ ഒരിക്കലും നിങ്ങൾ വീണു പോകത്തില്ല. വിശ്വാസം വീണു പോകാൻ സാധ്യതയുള്ള സംഭവമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ? അങ്ങനെ വീണു പോയൊരു കക്ഷിയുണ്ട്. ആരാണത്? സ്നാപയോഹന്നാൻ. സ്നാപയോഹന്നാൻ വീണെങ്കിൽ പിന്നെ നമ്മൾ വീഴത്തില്ലേ? സ്നാപയോഹന്നാൻ വീണു പോയില്ലേ? എന്താണ് വീണു പോകാൻ കാര്യം? എന്താ പറയണത്? വരാതിരിക്കുന്ന ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, വരാതിരിക്കുന്ന നീ തന്നെയോ. അതായത് 7:19 ലുക്ക 7:19. ഹല്ലേലൂയ ഹല്ലേലൂയ ശ്രുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 7:19. വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ വേറൊരുവനെ കാത്തിരിക്കണമോ എന്ന് കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞയച്ചു. സ്നാപയോഹന്നാൻ്റെ വിശ്വാസത്തിൽ വീഴ്ച വന്ന കണ്ടില്ലേ? ഞാനിത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് പറയാറുണ്ട് ഈ ഭാഗം. ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അതല്ല. സ്നാപയോഹന്നാൻ ഒരു കാലത്ത് കർത്താവിനെ ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ട് ആ പഠനം കേട്ട് ബോധ്യപ്പെട്ട് സ്നാപയോഹന്നാൻ്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാരായിട്ടുണ്ട്. യാക്കോബും യോഹന്നാനും. അത്രയും ഒരു കാലത്ത് വിശ്വാസത്തിൽ വളർന്നിരുന്നൊരു മനുഷ്യൻ ജയിലിൽ കിടന്നപ്പോൾ പിന്നെ വിശ്വാസം പോയി. അതാ വരാതിരിക്കുന്നവൻ നീ തന്നെയോ ഞങ്ങൾ വേറെ ആരെങ്കിലും പ്രതീക്ഷിക്കണമോ എന്ന് ചോദിച്ചു. അപ്പോൾ യേശുവിന് വേണമെങ്കിൽ സ്നാപയോഹന്നാനോട് പറയാമായിരുന്നു, നീ എന്തിനാ, നിനക്ക് ബൈബിൾ അറിയാമല്ലോ, ബൈബിൾ എടുത്ത് വായിച്ചാൽ പോരെ, ഞാൻ തന്നെയാണ് വരാതിരിക്കണമെന്ന് എന്ന് ചിന്തിച്ചിരിക്കുക. അല്ലേ? അച്ഛൻ പറഞ്ഞ മനസ്സിലായി നിങ്ങൾക്ക്? സ്നാപയോഹന്നാൻ വന്ന് യേശുവിനോട് യേശുവിൻ്റെ അടുത്ത് വിട്ടിരിക്കുകയാണ്. എന്താണ്? വരാതിരിക്കണവൻ നീ തന്നെയാണോ അതോ വേറെ ആൾക്കാരെ ഞങ്ങളെ പ്രതീക്ഷിക്കണോ? അപ്പോൾ യേശുവിന് പറയാമല്ലോ നിയമത്തിൽ എന്താണ് എഴുതിയിരിക്കണത്, നീ എടുത്ത് വായിച്ചു നോക്കിയേ, നിനക്ക് വചനം അറിയാൻ പാടില്ലേ എന്ന് പറയാം. പക്ഷേ വചനം ചില സമയത്ത് അവിശ്വാസികളുടെ മുമ്പിൽ വില പോകത്തില്ല. വചനത്തിന് അങ്ങനെ കുഴപ്പമുണ്ട്. വചനം അവിശ്വാസികളുടെ മുമ്പിൽ വചനം വിലപ്പോകുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും യേശു പറഞ്ഞേനം വചനം എടുത്ത് വായിക്കണമെന്ന് പറഞ്ഞേനം. പറഞ്ഞില്ല. പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? അവിശ്വാസികളുടെ മുമ്പിൽ വചനം വിലപ്പോകത്തില്ലെങ്കിൽ പിന്നെ അടയാളം മാത്രമേ വിലപ്പോകത്തുള്ളൂ എന്ന് ഈശ്വരനും അറിയാം. അതുകൊണ്ട് സ്നാപയോഹന്നാൻ എന്ന സംശയരോഗിയോട് പറഞ്ഞു, സംശയമുള്ളവനോട് കർത്താവ് എന്താ പറഞ്ഞിരിക്കണത്? നീ വചനമൊന്നും വായിക്കണ്ട, വായിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം, പക്ഷെ നിനക്ക് കാര്യം ഉണ്ടാകണം. നിങ്ങൾ കാണുന്നത്, നിങ്ങൾ കേൾക്കുന്നത് പോയി യോഹന്നാൻ അറിയിക്കുക. അന്തർ കാണുന്നു, ചെകിടർ കേൾക്കുന്നു, ഊമ സംസാരിക്കുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുന്നു, എന്നിൽ ഇടർച്ച വരാത്തവൻ ഭാഗ്യവാനെന്ന് പറയുമ്പോൾ എൻ്റെ ദൈവവേദലെ സംശയമുള്ളവർക്ക്, വചനം അറിയാത്തവർക്ക്, ദൈവമായിട്ട് ഇടപാടില്ലാത്തവർക്ക് ഏറ്റവും വലിയ ബൈബിൾ എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇടയിൽ ദൈവം കാണിക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളുമാണെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അവസാനം ആത്മാവ് എന്താ വെളിപ്പെടുത്തിയത്? അടയാളങ്ങൾ അന്തൻ്റെ സുവിശേഷമെന്ന്. അല്ലേ? ഞാനും പോലും അറിയാതെ പറഞ്ഞതാണ്. സത്യം പറഞ്ഞാൽ വിശ്വാസം നഷ്ടപ്പെട്ടവരുടെ മുമ്പിൽ പിന്നെ ബൈബിള് അല്ല വെളിച്ചം നൽകണത്.
സംശയം വന്നുപോയുടെ മുമ്പിൽ പിന്നെ ബൈബിളല്ല വെളിച്ചം നൽകണത്, പിന്നെ ആരാണ്? അടയാളങ്ങളാണ്. അതാണ് ഈശോ പറഞ്ഞത്, സ്നാപയോഹന്നാൻ ഒരു കാലത്ത് വിശ്വാസം ഉണ്ടായിരുന്നവനാണ്, ഇന്നവന് വിശ്വാസമില്ല. ഇനി അവന് വിശ്വാസമുണ്ടാക്കാൻ അടയാളങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും പോയി ശ്രദ്ധിക്കട്ടെ. ലൂക്കാ 7:22 അവൻ പറഞ്ഞു നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തതെല്ലാം ചെന്ന് യോഹന്നാനെ അറിയിക്കുക. കുരുടന്മാർ കാണുന്നു, മുടന്തന്മാർ നടക്കുന്നു, കുഷ്ഠരോഗികൾ സുഖപ്പെടുന്നു, ചെകിടർ കേൾക്കുന്നു, മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു. സാക്ഷ്യത്തിന്റെ പ്രധാനം മനസ്സിലായില്ലേ? സാക്ഷ്യമാണ് സുവിശേഷത്തിന്റെ അപ്പുറത്തെ സുവിശേഷം. സാക്ഷ്യമാണ് അന്തൻ്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ബൈബിൾ അറിയാത്തവർക്ക്, ബൈബിൾ ഇല്ലാത്തവർക്ക്, ബൈബിളിൽ വിശ്വസിക്കാത്തവർക്ക്, യേശുവിൽ വിശ്വസിക്കാത്തവർക്ക് പിന്നെ ഉള്ള പിടിവള്ളി എന്താണ്? സാക്ഷ്യമാണ്, അടയാളങ്ങളാണ്, കാണുന്നതും കേൾക്കുന്നതുമാണ്. നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും യോഹന്നാനെ അറിയിക്കാൻ എന്നെ ഇടർച്ച വരാത്തവൻ ഭാഗ്യവാനെന്ന്. ആ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടും യോഹന്നാന് ഇടർച്ച വന്നിട്ടില്ലെങ്കിൽ ഹീസ് ബ്ലെസ്സഡ്. ഇടർച്ച വന്നാൽ അവൻ്റെ കാര്യം പോക്കാണ്. അടയാളം കണ്ടിട്ടും അടയാളങ്ങൾ വിശ്വസിക്കാതിരിക്കുകയും, അതുപോലെ കാണാനുള്ള കണ്ടിട്ടും കേൾക്കാനുള്ള കേട്ടിട്ടും ദൈവത്തിൻ്റെ കാലസ്പർശം കണ്ടിട്ടും വിശ്വാസത്തിലേക്ക് വന്നില്ലെങ്കിൽ യു ആർ നോട്ട് ബ്ലെസ്സഡ്. നോട്ട് ബ്ലെസ്സഡ് എന്നല്ല, കേഴ്സ് ടു കൊറോസിൻ. കഫർനാമേ, നിനക്ക് ദുരിതം. നിന്നിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ സീദോനിലാണ് പ്രവർത്തിച്ചെങ്കിൽ എത്രയോ നേരത്തെ ചാക്കൊടുത്ത് തപസ് ചെയ്യുമായിരുന്നു. എന്നാൽ നിൻ്റെ ലോകാവസാനത്ത് നിൻ്റെ സ്ഥിതി സോദോമിനേക്കാളും മോശമായിരിക്കും. തീയും ഗന്ധകവും ഇറക്കി നശിപ്പിച്ച് കളഞ്ഞ സോദോമിനേക്കാളും മോശമായിരിക്കും അടയാളം കണ്ടിട്ടും വിശ്വസിക്കാത്ത അവിശ്വാസിയുടെ സ്ഥിതി എന്ന് ബൈബിൾ താക്കീത് കൊടുക്കുന്നത് യേശുവിൻ്റെ വാക്കുകളിലാണ്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാ 10:13-14. ലൂക്കാ 10:13-14. കൊറാസിൻ നിനക്ക് ദുരിതം, ബെത്സയിദ നിനക്ക് ദുരിതം. നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീദോനിലും നടന്നിരുന്നെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കൊടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു. ആകയാൽ വിധി ദിനത്തിൽ ടയറിന്റെയും സീദോന്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും. ഇത് വചനം നൽകണത് അനുദപിക്കാൻ വേണ്ടിയാണ്. നമുക്ക് മനസ്സിലായി. അവസാനം ഈശോ എന്നാ പറയണത്? അതായത് അടയാളങ്ങൾ നൽകുന്നത് അനുദപിക്കാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ച് കർത്താവിനെ അറിയാത്തവർ അറിയാനും അറിഞ്ഞവർ ആഴപ്പെടാനും വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, എന്നെ അങ്ങയുടെ അടയാളമാക്കണമേ. എനിക്ക് ലഭിക്കുന്ന അടയാളങ്ങളിലൂടെ അനേകരെ അങ്ങയിലേക്ക് ആകർഷിക്കുവാൻ, അനുതാപത്തിലും ആത്മാഭിഷേകത്തിലും സത്യത്തിന്റെ സുവിശേഷത്തിന്റെ സാക്ഷിയായി ജീവിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്നും ദൈവം ചെയ്യാൻ പോകുന്നു. കേട്ടാലും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്നും നാഥൻ ചെയ്യാൻ പോകുന്നു. എല്ലാവരും സന്തോഷത്തോടെ എഴുന്നേൽക്ക്. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവം സന്ദർശിക്കുന്ന സമയമാണ്. സന്തോഷത്തോടെ എഴുന്നേൽക്കുക. ഓൺലൈനിലുള്ള ഒരു ജാഗ്രത പുലർത്തുക. ടി വിയിലൊക്കെ വെച്ചിരിക്കുന്നവരെ മൊബൈൽ ടി വിയോട് ഘടിപ്പിച്ചുകൊണ്ട് ഈ ധ്യാനം കൂടുന്നവർ ഇപ്പോഴും മുട്ടേ നിൽക്കേണ്ടതാണ്. ഓൺലൈനിൽ മുട്ടേ നിൽക്കുക. ഓൺലൈനിലുള്ളവരെ ഇപ്പോഴും മുട്ടേ നിൽക്കേണ്ടതാണ്. ടി വിയിലുള്ളത് യഥാർത്ഥമായ ദൈവത്തിൻ്റെ ചൈതന്യമാണ് നിന്നിലേക്ക് കടന്നു വരാനും നിങ്ങളുടെ കിടപ്പ് രോഗികളെ, നിൻ്റെ കുടുംബത്തെ സന്ദർശിക്കാൻ പോകുന്ന സമയമാണ് കർത്താവ്. ദൈവത്തെ നിൻ്റെ കുടുംബത്തെ സന്ദർശിക്കാൻ പോകുന്ന നിൻ്റെ കിടപ്പ് രോഗികളെയും നിൻ്റെ കയ്യിലുള്ള പ്രമാണങ്ങളൊക്കെ എടുക്കുക. വിൽക്കാത്ത പുരയിടത്തിൻ്റെ പ്രമാണങ്ങൾ,
ടി വിയിൽ ഈ സംഭവം കാണുന്നവരെ, ശുശ്രൂഷ കൂടുന്നവരെ, അവർക്ക് എന്താണ് ഉടമ്പടി വെച്ചിരിക്കുന്നത്, ആ ഉടമ്പടി വെച്ചതിൻ്റെ വസ്തുക്കൾ കൊണ്ടുവന്ന് നിങ്ങൾ ഈ സമയത്ത് മുറ്റേ നിന്നുകൊണ്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങൾ സന്ദർശിക്കാൻ പോകുന്നു, കർത്താവ് തൻ്റെ വിശ്വാസി സന്ദർശിക്കാൻ പോകുന്നു, കർത്താവ് തൻ്റെ വിശുദ്ധമായ രക്തത്തെ വീണ്ടെടുക്കപ്പെട്ട തൻ്റെ മകനെ, തൻ്റെ മകളെ വിശ്വസിക്കാൻ പോകുന്നു. കർത്താവെ, ഇവ കല്യാണം മുടങ്ങിപ്പോയ മക്കളെ, അതുപോലെ തന്നെ രോഗാതുരമായ മക്കളെ, അതെല്ലാം ഈ സമയത്ത് ആരാധന എതിലൂടെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അവിടെ തൊട്ടുകൊണ്ട് നീ അതിശക്തമായി വിശ്വാസ പ്രമാണത്തോടെ ശക്തമായി സ്തുതിച്ചിട്ട് അടിപ്പട പോലെ വൈദാഘാതം പോലെ ദൈവിക ശക്തി നിന്നേക്ക് ആവശ്യിക്കുന്ന ദൈവികമായ നിമിഷങ്ങൾക്ക് വേണ്ടി സ്തുതിക്കട്ടെ. ഭാഷാപരത്തിൽ സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തുതിക്കുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ അങ്ങ് മഹത്വപ്പെടുത്തുന്ന കർത്താവേ, 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 സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ കർത്താവേ. 36 വർഷം അടുപ്പിച്ച കൃപാരുടെ യോഗ്യതയാൽ കൃപാസാൽത്താരയിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മധ്യസ്ഥതയിൽ ഇവിടെ നടന്ന 10,000 ആരാധ്യ ശക്തികൾ, മാരക രോഗങ്ങള്, തീരാവേദികള്, ജീവ ദുരിതങ്ങള് യേശുനാമത്തില് മാറിപ്പോകട്ടെ. നന്ദി, ആരാധന. ഒരുമിച്ച് എല്ലാവരും എൻ്റെ മക്കളെ, നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കുമ്പോഴേ ജീവിക്കുന്നതായ ദൈവത്തിൻ്റെ മുമ്പിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പരിശുദ്ധാത്മ നൽകുന്ന അഭിഷേകം എന്താണെന്നറിയാവോ? ഈ ജനം എനിക്കറിയത്തില്ലെന്നാണ്. ഈ ജനം എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു വാഗ്ദാനമാണ്. ഈ ജനത്തിൻ്റെ കരച്ചിൽ അവിടെ നിന്ന് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീരെല്ലാം തുടച്ചു മാറ്റുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ വാഗ്ദാനമാണെങ്കിൽ നീ മകളെക്കുറിച്ചോ മകനെക്കുറിച്ചോ ലഹരി പാനീയങ്ങളെക്കുറിച്ചോ അതുപോലെ തന്നെ മാരക രോഗങ്ങളെക്കുറിച്ചോ എൻ്റെ മക്കൾ കരയുന്നുണ്ടെങ്കിൽ, സാമ്പത്തിക തകർച്ചയെക്കുറിച്ചോ ജീവിത തകർച്ചയെക്കുറിച്ചോ നിങ്ങൾക്കറിയുന്നുണ്ടെങ്കിൽ നിൻ്റെ ദൈവം അവർ കണ്ണുനീരോടെയാണ് വരണത്. 31:9 പ്രാർത്ഥിക്കുന്നു, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കുമെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ വാഗ്ദാനമാണെങ്കിൽ ആ വാഗ്ദാനം പരിശുദ്ധ അമ്മയുടെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലാണ് ആ വാഗ്ദാനം ഈശോ നിറവേറ്റാൻ പോണെങ്കിൽ അടയാളങ്ങളുടെ അത്ഭുതങ്ങളുടെ കണ്ണുനീര്, കരുത്തിൻ്റെ കണ്ണുനീര്, ലോകത്തിൻ്റെ കണ്ണുനീര്, ജീവിത തകർച്ചയുടെ കണ്ണുനീര്, ജീവിത കുടുംബ തകർച്ചയുടെ കണ്ണുനീര് യേശു നാമത്തിൽ ഈ നിമിഷം പറ്റി മാറട്ടെ. കണ്ണുകൾ അടച്ചുകൊണ്ട് അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങളെല്ലാം ഈശോയ്ക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. അകന്നുപോയ ഭാര്യാഭർത്തകന്മാർ, അന്താളിച്ച് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ, വൈരാഗ്യം കൊണ്ട് മനസ്സ് മൂടിപ്പോയവർ, വശ്യവും വൈരാഗ്യം കൊണ്ട് പരസ്പരം ഉപദ്രവിക്കണമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരെല്ലാം അൾത്താരയിൽ സമർപ്പിക്കുന്നതാണ്. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ കൈനീട്ടാൻ ആളില്ലാത്ത, അവശേഷിക്കാത്ത, വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ, വിവാഹം ഒത്തുവരാത്തവരെ, 10, 30, 31 വയസ്സായവരെ, 10, 41 വയസ്സായവരെ, 41 വയസ്സ് കഴിഞ്ഞിട്ടും പിന്നെ ജോലി കിട്ടാതെ നിൽക്കുന്നവരെ, സ്ഥലമില്ലാത്തവരെ, വീടില്ലാത്തവർ, വീടും വഴിയുമില്ലാത്തവരെ, ഇങ്ങനെ വ്യത്യസ്തമായ ജീവിത മേഖലകളിൽ ഓരോ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെല്ലാം പലതരത്തിലുള്ള പ്രഷറുകൾ, ജോലി നഷ്ടപ്പെടുത്തി കളയാൻ പറ്റുന്നുള്ള വൈശാചികമായുള്ള ഗൂഢാലോചനകൾ നടക്കുന്ന ഇടങ്ങൾ എല്ലാം നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കണ്ണുനീരോടെ സമർപ്പിക്കുക. ദൈവ പൈതലേ, ഇപ്പോഴും നിൻ്റെ വീട്ടിൽ തന്നെ നിനക്ക് സമാധാനമില്ല. അവിടെ എല്ലാം ഗ്രൂപ്പിസമാണ്, പലതരത്തിലുള്ള ഗ്രൂപ്പുകൾ കൂടിക്കൊണ്ട് നിന്നെ എങ്ങനെ തകർക്കാം, ഒതുക്കാം, നിന്നെ എങ്ങനെ തട്ടിപ്പുറത്ത് കളയാമെന്ന് ചിന്തിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഭാഗോടമ്പടി നടക്കാത്ത ഭവനങ്ങൾ, സ്ഥലം വിറ്റുമാറാത്ത കുടുംബങ്ങൾ, അതുപോലെ തന്നെ അങ്ങോട്ടും കൊടുക്കാത്ത കുടുംബങ്ങൾ, ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് വിധിച്ച് കൊടുക്കാത്ത കുടുംബങ്ങൾ, പലതരത്തിലും മക്കളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ലാത്ത കുടുംബങ്ങൾ, അതിൻ്റെ പേരിൽ കലഹങ്ങൾ, ഭിന്നതകൾ, മക്കൾ മാതാപിതാക്കളെ എതിർക്കുകയും അവരിൽ നിന്ന് അകന്നു പോവുകയും അവരെ ശപിക്കുകയും
അങ്ങനെ പലതരത്തിൽ എന്തിനു ജീവിക്കണമെന്ന് അറിയാൻ പാടില്ലാതെ ആകപ്പാട് കെട്ടി നട്ടം തിരിയുന്ന യുവാക്കന്മാർ, യുവതികൾ, അതുപോലെ തന്നെ മറ്റുള്ളവരെല്ലാം രക്ഷപ്പെടുമ്പോൾ തനിക്ക് രക്ഷയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ചത്തുകളയാവെന്ന് ചിന്തിക്കുന്ന നിരാശപ്പെട്ട മനുഷ്യരെ, ആ മനുഷ്യരുടെ മേലെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയാൻ വേണ്ടി ഈ നിമിഷം പരിശുദ്ധമ്മ ജീവനോടെ വന്ന് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ കളത്തിലിറക്കിയതാണ് അമ്മ ഈ കലിയുഗത്ത് കാണിക്കുന്ന ഈ ലോകത്ത് മനുഷ്യൻ അനുഭവിക്കുന്ന ഓരോ വേദനയും അത് ഏത് തരത്തിലുള്ള വേദനയായാലും, ഏത് തരത്തിലുള്ള രോഗങ്ങളായാലും, ഏത് തരത്തിലുള്ള മനപ്രയാസമായാലും അതെല്ലാം യേശു ക്രിസ്തുവിന് അവിടെയെല്ലാം പരമപിതാവ് അത് യേശു ഏറ്റെടുക്കണമെന്ന് പിതാവ് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലാക്കിയ മറിയമ്മ അമ്മയാണ് കാനായിലെ കല്യാണത്തിന് കുടുംബത്തിന് വീഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ നിർബന്ധിക്കുന്നതെങ്കിൽ ആ അമ്മ തന്നെയാണ് ഇപ്പോഴേ നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഇല്ലായ്മകളുടെ മേൽ അമ്മ യേശുവിനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ കാനായിലെ കല്യാണത്തിൽ എന്നതുപോലെ ആ യേശുവിടെ പ്രത്യക്ഷനാണ്, അമ്മയുടെ പ്രത്യക്ഷനാണ്. നിന്റെ ജീവിത വ്യവഹാരം, നിന്റെ ഇല്ലായ്മകളും അല്ലായ്മകൾ എല്ലാം അമ്മ ഇപ്പോൾ യേശുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറത്തിൽ യേശു നിന്റെ ജീവിതത്തെ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ നിന്റെ സർവ്വവിധ വേദനകളെ യേശു ഏറ്റെടുത്തുകൊണ്ട് ഈ കുടുംബത്തിന്, നിങ്ങൾ ഏത് കുടുംബത്തിൽ ചെന്നാലും അവിടെ സമാധാനം ആശംസിക്കാനുള്ള ചെയ്ത കർത്താവിൻ്റെ സമാധാനത്തിൻ്റെ കൈകൾ നിന്റെ ജീവിതത്തിന്മേൽ ഉയരട്ടെ. സമാധാനം നിന്നോട് കൂടെ ശ്രദ്ധിക്കട്ടെ. കൈകൾ കുപ്പിക്കൊണ്ട് മൗനമായി ഇവിടെ പറയാത്ത വല്ല കാര്യമുണ്ടെങ്കിൽ ഇപ്പോൾ ഈശോയോട് പറയാം. അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ പറയരുത്. അച്ഛൻ പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയോട് പറയാത്ത കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ മൗനമായി പ്രാർത്ഥിക്കുക. അതിന് സാക്ഷ്യം പറയാൻ ദൈവം നിങ്ങളെ സഹായിക്കും. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ